നമ്മളെപ്പോഴും ഉടമ്പടി എടുക്കുന്നത് എപ്പോഴാണ്? ജീവിതം ഇനി മനുഷ്യൻ്റെ കഴിവ് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എപ്പോഴാണ് പട്ടാളക്കാർ തോക്ക് താഴെ വെച്ച് കൈ ഉയർത്തുന്നത്? എപ്പോഴാണ്? തോറ്റു എന്ന് പറയുമ്പോഴാണ് അല്ലേ? തോറ്റവനാരും പിടിച്ചു കൊല്ലത്തില്ല. അതുപോലെ ഉടമ്പടി എന്ന് പറയുന്നത് അവസാന സമർപ്പണമാണ്. ഇനി എൻ്റെ കഴിവ് കൊണ്ട് മുന്നോട്ട് പോകത്തില്ല ദൈവമേ, ഇനി നിൻ്റെ കഴിവ് എൻ്റെ ജീവിതത്തിലേക്ക് നീ ഇറക്കി തരണം. അതിനു വേണ്ടിയാണ് ദൈവം കണ്ടുപിടിച്ച ഒരു മാർഗമാണ് ഉടമ്പടി. മനുഷ്യന് എപ്പോഴെങ്കിലും ബലഹീനമാകുമ്പോൾ, അവൻ്റെ കഴിവ് കൊണ്ട് അവൻ്റെ ബുദ്ധി കൊണ്ട് പരീക്ഷ എഴുതി ജയിക്കാൻ പറ്റാതെ വരുമ്പോൾ, അവൻ്റെ ആരോഗ്യം കൊണ്ട് ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ, അവൻ്റെ സ്വാധീനങ്ങളും ചുറ്റവട്ടങ്ങളും കൊണ്ട് അവന് സർവൈവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, ദൈവം അവൻ്റെ ജീവിതത്തിലെ ഒരു ഉഭയകക്ഷിയാകും. അങ്ങനെ ദൈവത്തെ കക്ഷി ചേർക്കാനാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ കക്ഷി ചേർക്കാൻ ഉടമ്പടി അല്ലാതെ വേറെ ഒരു ഫോർമുലയും നിലവിലില്ല. കൃപാസനത്തിൻ്റെ ഉടമ്പടി മരിയൻ ഉടമ്പടിയാണ്. അതായത് ബിബ്ലിക്കൽ കവനൻ്റെ കോൺസെപ്റ്റ് ഉള്ളിൽ മറിയത്തെ അതിൻ്റെ മീഡിയേറ്ററായിട്ട് വെക്കും. കാരണം ബിബ്ലിക്കൽ കവനൻ്റെ ഒരു പരാധീനത എന്ന് പറയണത് ദൈവതിരുസന്നിധിയിൽ ആ കവനൻറ്റിന് എന്തെങ്കിലും ഉഭയകക്ഷികൾ മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് അതിന് ഈടറവുണ്ടായാൽ അവന് വേണ്ടി ദൈവതിരുസന്നിധിയിൽ അപ്പീസ് ചെയ്യാൻ വേണ്ടി മനുഷ്യൻ്റെ ഏജൻ്റില്ല. അതാണ് എബ്രഹാത്തിൻ്റെ ഉടമ്പടിക്കൊക്കെ പറ്റിയ അബദ്ധങ്ങൾ. അബദ്ധമാണെന്ന് പറയണില്ല, ദൈവത്തിൻ്റെ പരിപാലനയാണ്. പക്ഷേ എങ്കിലും ഉടമ്പടി ലാഗ് ചെയ്യേണ്ട കാര്യമില്ല. എബ്രഹാത്തിന് മക്കൾ ഇല്ലാത്ത കാര്യം, ഇപ്പോൾ എബ്രഹാത്തിനെപ്പോലെ എത്രയോ മനുഷ്യരാണ് അൽത്താരയിൽ വന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് സാക്ഷ്യം പറയണത്. 20 കൊല്ലം, എബ്രഹാത്തിന് 25 കൊല്ലം കഴിഞ്ഞാണ്. ഇപ്പോൾ കൃപാസനത്തിൻ്റെ അൽത്താരയിൽ 23 കൊല്ലം വരെ മക്കളില്ലാത്തവർക്ക് ഉടമ്പടി വഴി ഇന്ന് വരെയുള്ള സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മക്കളെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഉടമ്പടി കാലത്ത് എബ്രഹാത്തിൻ്റെ കയ്യിൽ നിന്ന് മാനുഷികമായ മിസ്റ്റേക്കുകൾ സംഭവിച്ചു. ദൈവപരിപാലനയിൽ ഇല്ലാത്ത, ഉടമ്പടി ഇല്ലാത്ത ഹാഗറുമായി വേലക്കാര്യമായി അദ്ദേഹം ഇടപെടുകയും ദൈവത്തിൻ്റെ പദ്ധതി അല്ലാതെ ഇസ്മായേൽ ജനിക്കുകയും ചെയ്തു. അതുപോലെ ഉടമ്പടിയിൽ വരുന്ന വിഷയം, ആ ഉടമ്പടിയിൽ ആരെങ്കിലും ഒരു മാധ്യസ്ഥനുണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ ഉടമ്പടി നമ്മുടെ മരിയൻ ഉടമ്പടിയിൽ ആരാ മാധ്യസ്ഥ? അമ്മയാണ്. അമ്മയെ മാധ്യസ്ഥമാക്കുന്നത് എന്തിൻ്റെ വെളിച്ചത്തിലാണ്? ടൈം കണ്ടൻറ്റിനെ സ്വാധീനിക്കാൻ വേണ്ടിയാണ്. എല്ലാത്തിൻ്റെ അകത്തും ജീവിതത്തിൻ്റെ വിഷയങ്ങളിൽ താത്വികമായിട്ട് ശാസ്ത്രീയമായിട്ട് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ വിഷയങ്ങൾ ടൈം ബേസ്ഡാണ്, സമയബന്ധിതമാണ്. ഈ സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ, ഇപ്പോൾ ഇപ്പോഴത്തെ ഇൻടേക്കിന് ഈ ജനുവരി വരാൻ പോകുന്ന ജൂണിലെ ഇൻടേക്കിന് നിങ്ങൾ കയറിയില്ല എങ്കിൽ അടുത്ത കൊല്ലം പിന്നെ കയറാൻ പറ്റത്തുള്ളൂ. ഈ സെപ്റ്റംബറിൽ കയറില്ലെങ്കിൽ അടുത്ത സെപ്റ്റംബറിലേക്ക് പിന്നെ വരത്തുള്ളൂ. അപ്പോൾ ടൈം ബൗണ്ടഡാണ് നമ്മുടെ ലൈഫ് എല്ലാം. ഇനി നിങ്ങളുടെ ഈ സമയത്ത് നിങ്ങൾക്ക് പരീക്ഷ ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 2-3 കുഞ്ഞുങ്ങൾ എന്നോട് സങ്കടപ്പെട്ട് പറഞ്ഞാണ്, ഇന്നലെ പറഞ്ഞതാണ്. എന്താ പ്രശ്നം വെച്ചാൽ അവർ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടും അവർക്കൊരു സമാധാനം ഇല്ല. എന്താ പറയണത്? അച്ഛാ ദൈവം മാത്രമേ ഉള്ളൂ കേട്ടാ. കാര്യം വെച്ച് കഴിഞ്ഞാൽ സിലബസ് മാറിപ്പോയിരിക്കുകയാണ്, പരീക്ഷ മാറിയ സിലബസിലാണ് എഴുതാൻ പോണത്. സങ്കടമാണ് ഭയങ്കര. കാര്യം അവർ 4 പ്രാവശ്യം എഴുതി തോറ്റു, 5ാമത്തെ പ്രാവശ്യം എഴുതാൻ ചെന്നപ്പോൾ സിലബസ് മാറിപ്പോയി. ഇനി എന്താ? സിലബസ് മാറിയുള്ള അവസ്ഥ എന്താണ്? ഇവരുടെ തന്നെ സിലബസിൽ അവർ ജയിച്ചില്ല, പിന്നെ എന്താ? ഇനി ഇവർ പഠിക്കാത്ത സിലബസ് എഴുതാൻ പോവുകയാണ്. അപ്പോൾ അവർക്ക് മെറിറ്റില്ല. ഭൂമിയിൽ നമുക്ക് നഷ്ടപ്പെടുന്ന, നമുക്ക് ഈ ഭൂമിയിൽ നമ്മുടെ ഭൂമി എന്ന് പറയുമ്പോൾ ഈ ഭൂഗോളം മുഴുവനല്ല, നമ്മുടെ ഭൂമി, നമ്മുടെ ജീവിതവും അതിൻ്റെ പരിസരവും, അതാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്.
നമ്മുടെ ജീവിതവും നമ്മുടെ പരിസരവും, അതിനാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. ഇതിന് ബൈബിൾ പറയണ മെരിറ്റ് എന്നാണ് പറയണത്, യോഗ്യത. ഈ നമ്മുടെ ഭൂമി, അവിടെ നമ്മുടെ ജീവിതം സർവൈവ് ചെയ്യാൻ ആവശ്യമായ യോഗ്യതകളെ ആണ് മെരിറ്റ് എന്ന് പറയുന്നത്, യോഗ്യത. ഈ യോഗ്യത എപ്പോഴും, ഇപ്പം കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു സിസ്റ്ററിൻ്റെ സാക്ഷ്യം ഉണ്ടായി. സിസ്റ്ററിൻ്റെ ഭൂമി എപ്പോഴും ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും, ഉരുണ്ടുകൊണ്ടേയിരിക്കും, കുലുങ്ങിക്കൊണ്ടേയിരിക്കും. ഭൂമി കുലുങ്ങിയുള്ള അവസ്ഥ എന്താ? നമ്മൾ വീണ് പോകും. കെട്ടിടങ്ങളൊക്കെ വീണ് കണ്ടില്ലേ? ഭൂമി കുലുങ്ങുമ്പോൾ കെട്ടിടങ്ങൾ, മരങ്ങളൊക്കെ വീഴും, കെട്ടിടങ്ങൾ വീഴും, ചിലത് നേരെ താഴേക്ക് പോകും ഭൂമി. അപ്പം ഈ ഭൂമിക്കുള്ള കുഴപ്പം ഇതിങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കും. ഞാൻ ഭൂമിയെ കുലുക്കും, അങ്ങനെ വചനമുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 6-ാം വാക്യം. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, അല്പസമയത്തിനുള്ളിൽ വീണ്ടും ഞാൻ ആകാശവും ഭൂമിയും കടലും കരയും ഇളക്കും. ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും. അങ്ങനെ എല്ലാ ജനതകളുടെയും അമൂല്യനിധികൾ ഇങ്ങോട്ട് വരും. ഈ ആലയം ഞാൻ മഹത്വപൂർണമാക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യും. ഭൂമി കുലുങ്ങുക 2 തരത്തിലാണ്. ഒന്ന് ദൈവം കുലുക്കും, പിന്നെ നമ്മൾ തന്നെ കൈയിരിപ്പ് കൊണ്ട് കുലുക്കും. നമ്മുടെ കൈയിരിപ്പ് കൊണ്ട് തന്നെ കുലുങ്ങും. നമ്മൾ പഠിക്കണ കാലത്ത് നമ്മൾ ഉഴപ്പുകയാണെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷ കുളമാകും, അല്ലേ? വെള്ളം അടിച്ച് നോൻപിന് പോലും വെള്ളം അടിക്കുന്ന പാർട്ടിയുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുടലും പോവും, കരലും പോവും. നമ്മൾ തന്നെ കുലുക്കും. ഇനി ദൈവം നമ്മളെ വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടി, ദൈവത്തിൻ്റെ അവകാശമാക്കാൻ വേണ്ടി, ഭൂമി എന്നുള്ള വലിയ അവകാശത്തെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനും ഒരിക്കലും ദൈവത്തെ കണ്ടെത്തത്തില്ല. അവൻ്റെ കഴിവ്, അവൻ്റെ ആരോഗ്യം, അവൻ്റെ ബുദ്ധി, അവൻ്റെ കോൺഫിഡൻസ്. അർപ്പിത് എന്നും പറഞ്ഞ് ഇന്നലെ ഒരു മോൻ സാക്ഷ്യം പറഞ്ഞു, തോമ്പടിയിൽ നിന്ന്. ആ പറഞ്ഞ് എനിക്ക് ഓവർ കോൺഫിഡൻസാണ്. ജനിച്ച കാലം മുതൽ എൻ്റെ അവസ്ഥ അതാണ്. ജനിച്ച കാലം മുതൽ എനിക്ക് ഓവർ കോൺഫിഡൻസാണ്. കാര്യം നല്ല മാതാപിതാക്കന്മാരിൽ നിന്നും, പിന്നെ കുഞ്ഞുങ്ങളെ ശാസിക്കാതെ വളർത്തിയാലും, കുഞ്ഞുങ്ങളെ ചെയ്യുന്നതെല്ലാം ഗുഡ് എന്ന് പറഞ്ഞ് നമ്മൾ പോസിറ്റീവ് എനർജി കൊടുത്ത് വളർത്തിയാൽ പിള്ളേർക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടാകും. അവർക്ക് എന്തും ചെയ്യാൻ പറ്റും, എല്ലാം അവിടെ കൈപ്പിടിയിലാണെന്നുള്ള ബോധ്യം വരും. അവർ ദൈവത്തിൽ ആശ്രയിക്കത്തില്ല. ദൈവത്തിൽ ആശ്രയിക്കണമെങ്കിൽ ഞങ്ങളെപ്പോലൊക്കെ അടികൊണ്ടും അപ്പനെന്ന് കേട്ടാൽ പേടിച്ചൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. കുഞ്ഞുനാളിലെ പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ദൈവം എനിക്ക് ഉണ്ടാക്കി തന്നു. എൻ്റെ ഭൂമി കുഞ്ഞുനാളിൽ ദൈവം ഒത്തിരി പ്രാവശ്യം കുലുക്കിയിട്ടുണ്ട്. അന്നെല്ലാം ഞാൻ പരിശുദ്ധ അമ്മയെ കയറി പിടിക്കും, അല്ലെങ്കിൽ ഈശോനെ കയറി പിടിക്കും. അങ്ങനെ പിടിച്ച് ഇവിടം വരെ എത്തിയത്. എപ്പോഴും നമുക്ക് പിടിക്കാൻ നമുക്ക് ആരുടെ ആവശ്യമില്ല. സ്വത്തുണ്ട്, ആരോഗ്യമുണ്ട്, ധനമുണ്ട്, സ്വാധീനമുണ്ട്, എല്ലാം സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം. ഇതെല്ലാം ഒരു ട്രാജഡിയാണ്. നിൻ്റെ സെറ്റപ്പുകളാണ് ദൈവം കുലുക്കണത്. അതാണ് ഞാൻ ആകാശത്തെ കുലുക്കും, ഭൂമിയെ കുലുക്കും. കാര്യം ഈ ഭൂമി വെച്ചല്ലേ ഭൂമിയെ കുലുക്കാൻ പറ്റത്തുള്ളൂ. കുലുക്കില്ല എന്നുള്ള പ്രശ്നം. ഒരു കാലത്ത് നിന്ന് ദൈവത്തെ അറിയാൻ പറ്റുന്നില്ല. അർപ്പിതിൻ്റെ പ്രശ്നം എന്താണ്? അർപ്പിതിങ്ങനെ വളരെ പോസിറ്റീവ് സ്ട്രോക്ക് കിട്ടിപ്പോവുകയാണ്. അപ്പോൾ അർപ്പിതിൻ്റെ ഒരു പ്രാവശ്യം 100 ആപ്ലിക്കേഷൻ വിട്ടൊരു കമ്പനിയിലേക്ക്. അവരുടെ ജോലി ആദ്യമേ പോകും. അർപ്പിതിൻ്റെ ജോലി ആദ്യമേ പോകും. 10-22 വയസ്സുള്ളപ്പോൾ തന്നെ ജോലി കിട്ടി. ആ ജോലിക്ക് നല്ല ശമ്പളം ഉണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തെ ജോലി പോയി. ഭൂമിയെ കുലുക്കി, അവൻ്റെ ആകാശം കുലുങ്ങി, അവൻ്റെ കടലിളകി. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് കഴിഞ്ഞാൽ, അങ്ങനെ കടലിളകുമ്പോൾ, അവൻ്റെ ഭൂമി കുലുങ്ങുമ്പോൾ അവനോട് അവൻ്റെ ഒരു ഫ്രണ്ട് പറയും, ഉടമ്പടി എടുത്താൽ മതിയെന്ന് പറയും. അപ്പോൾ അവൻ പറയും, നോ, എനിക്കുള്ള കോൺസെപ്റ്റ് വ്യത്യാസമുണ്ടെന്ന് പറയും. ഞാൻ ഉടമ്പടി, എൻ്റെ കോൺസെപ്റ്റ് എന്താണ്? നമ്മളിങ്ങനെ ഒരെണ്ണം ഇങ്ങനെ എഴുതി ഇട്ട് ഒരു പെട്ടിക്കൊണ്ട് ഇട്ട് എങ്ങനെയാണ് ദൈവം വർക്ക്? ദൈവം ഒരു പവറല്ലേ? ദൈവം ഒരു പവറാകുമ്പോൾ ഈ പവറിനോട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ പേഴ്സണൽ കാര്യങ്ങൾ പറയണത്? അപ്പോൾ ആളിന് വിശ്വാസമുണ്ട്, കോൺസെപ്റ്റ് വ്യത്യാസമുണ്ട്. ആളിന് വിശ്വാസമുണ്ട്, പക്ഷേ ദൈവത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റ്, ദൈവം ഒരു പവറല്ലേ? അപ്പോൾ ഈ പവറിനോട് നമ്മളെങ്ങനെയാണ് പേഴ്സണൽ കാര്യങ്ങൾ പറയണത്? അപ്പം അതുകൊണ്ട് അത് സിങ്ക് ആകണില്ല. അതുകൊണ്ട് ഉടമ്പടി എടുക്കത്തില്ല. എങ്കിൽ ഇവിടെയൊക്കെ വന്നൊക്കെ തിരിഞ്ഞ് വായിട്ടൊക്കെ നോക്കി പോകുമ്പോഴേ അപ്പോൾ ഉടമ്പടി ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അതായത് നമ്മൾക്ക് ദൈവത്തെക്കുറിച്ച് കൃത്യമായ വെളിപാടുകൾ വേണം.
അത് വചനമാണ് നമുക്ക് നൽകുന്നത്. ദൈവം പവർ മാത്രമല്ല, പിന്നെ എന്താണ്, പേഴ്സൺ കൂടിയാണ്. അതാണ് വിഷയം. അതാണ് നമ്മൾ 1 കൊറിന്ത്യൻസ് വായിക്കണത് അല്ലേ, 1:24. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. 1 കൊരിന്തോസ് 1:24. 1 കൊരിന്ത്യൻസ് 1:24. വിളിക്കപ്പെട്ടവർക്ക്, ഒന്ന് പറഞ്ഞേ, വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, എനിബഡി അതാണ് ആരായാലും ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. അപ്പൊ ക്രിസ്തു ഒരേ സമയം തന്നെ പവർ മാത്രമല്ല, ദൈവത്തിന്റെ ശക്തി മാത്രമല്ല, പിന്നെ എന്താണ്, ദൈവത്തിന്റെ ജ്ഞാനമാണ്, അറിവാണ്, കോൺഷ്യസ് ആണ്, പേഴ്സൺ ആണ്. അപ്പോൾ ഒരേ സമയം തന്നെ ക്രിസ്തു നമ്മൾ എങ്ങനെയാണ് ഈ പവറിനോടല്ല ഇൻട്രാക്ട് ചെയ്യണത്, ഒരു ജ്ഞാനം, നമ്മുടെ അവസ്ഥകളെ എല്ലാം അറിയുന്ന ഒരാളിനോടാണ് നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ പറയണത്. അതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ. അപ്പോൾ ഒരേ സമയം തന്നെ ക്രിസ്തു ഒരു പേഴ്സണുമാണ്, ഒരു വ്യക്തിയുമാണ്, ഒരു ശക്തിയുമാണ്. ഇനി എന്താ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ഈ യേശുവിൻ്റെ 2 ഫാക്കൽറ്റികളും ഒരുപോലെ നമ്മളിലേക്ക് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമ്മളുടെ ഈ ഭൂമി കുലുങ്ങുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാനും കരകയറാനും പറ്റത്തുള്ളൂ. പക്ഷെ ഒരിക്കലും അർപ്പിത് വന്ന് അമ്മയുടെ നിർബന്ധം കൊണ്ട് വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ്റെ ലൈഫിൽ ഇവനത് കുറച്ചൊക്കെ ചെയ്യും, കുറച്ച് ചെയ്യത്തില്ല. അപ്പോൾ അതിൻ്റെ ലാഗിങ് ഉടമ്പടിയിലുണ്ടാകും. പിന്നെ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ പെട്ടെന്ന് ഉടമ്പടി പുതുക്കി 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇവന് ജോലി കിട്ടും, നല്ല ശമ്പളത്തിൽ ജോലി കിട്ടും. ഉടമ്പടി പുതുക്കി 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ജോലി കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഞാനാണ് ദൈവമെങ്കിൽ കൊടുക്കത്തില്ല. എന്താ കാര്യം, ഇവൻ ഉടമ്പടി ഉഴപ്പിയിട്ടുണ്ട്. അപ്പോൾ ദൈവം വളരെ കരുണയുള്ള ആളാണ്. നമ്മുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് ഉണ്ടായാലും വളരെ, അതുകൊണ്ടാണ് നമ്മൾ ദൈവം എന്ന് പറയണത്. അല്ലെങ്കിൽ പിന്നെ മനുഷ്യൻ എന്നാൽ ജോസഫച്ചനെന്ന് പറഞ്ഞാൽ മതിയില്ല. അതിൻ്റെ പ്രശ്നം തന്നെ ദൈവം. അപ്പം നമ്മളുടെ മെറിറ്റുകൾ, നമ്മൾ രക്ഷപ്പെടാനുള്ള കണ്ടൻറ്റുകൾ, ഇപ്പം നിനക്ക് ബോധ്യം കിട്ടിയില്ല, ഉടമ്പടി ചെറുതായിട്ട് ഉഴപ്പിപ്പോയെങ്കിലും ദൈവം നിന്നെ താങ്ങും. അപ്പോൾ അപ്പം പെട്ടെന്ന് അർപ്പിതിന് ഒരു ഭാവമാറ്റം വരും. കാര്യം വെച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് ഈ അമ്മയടുത്ത് വന്ന് പുതുക്കിയപ്പോൾ തന്നെ ജോലി കിട്ടിയപ്പോഴും വിചാരിക്കാത്ത ശമ്പളം കിട്ടി. അപ്പോൾ കുറച്ച് ആ ശമ്പളത്തിൻ്റെ ഒരു ഹാങ് ഓവറിൽ പുള്ളി കുറേ നാളൊക്കെ ഉടമ്പടിയൊക്കെ ചെയ്തൊക്കെ നടന്നേച്ചും പെട്ടെന്ന് പുള്ളിക്ക് വേറെ ഒരു സാത്താൻ കയറി. ഈ പ്രതിപക്ഷവും സാത്താനും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. നമ്മുടെ ഉള്ളിൽ തന്നെ ആൻറ്റിബോഡി വർക്കൗട്ട് ചെയ്യും. സ്പിരിച്വലായിട്ട് ലൈഫിനും ആൻറ്റിബോഡികളുണ്ട്. അത് നമ്മുടെ സ്പിരിച്വൽ ആയിട്ട് നമ്മൾ പോകുമ്പോൾ തന്നെ അതിൻ്റെ ആൻറ്റിബോഡി വർക്കൗട്ട് ചെയ്യും. അതിന് വർക്കൗട്ട് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർപ്പിനോട് പറയും, ഇത് ശമ്പളം നല്ലത് കിട്ടി, അത് നിൻ്റെ കഴിവ് കൊണ്ടാണ്, അത് കഴിവ് കൊണ്ടാണ് നിനക്ക് കിട്ടിയെന്ന് പറയും. അർപ്പിത് ഉടമ്പടി പുതുക്കി അർപ്പിന് എപ്പോഴും ഒരു മെൻറ്ററുണ്ട്. ഉടമ്പടിയുടെ ഏറ്റവും ഇന്നുവരെ ഞാൻ കണ്ടിട്ടുള്ളത് ഉടമ്പടി ഏറ്റവും വലിയ മെൻറ്റർമാർ അമ്മമാരാണ്. അമ്മമാരുടെ ചില വിഷയങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായ അവരുടെ ആധ്യാത്മികയെക്കുറിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഫെയ്ത്ത് പ്രൊമോട്ടേഴ്സ് എന്ന രീതിയിൽ അമ്മമാർക്ക് 60% കൂടുതൽ മാർക്കാണ് അപ്പന്മാരെക്കാൾ ഉപരി. അപ്പോൾ അമ്മ മരിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനുള്ള സാഹചര്യം മരിച്ചു എന്നതിൻ്റെ അർത്ഥം. ഒരു കുടുംബത്തിൽ അമ്മ മരിച്ചു എന്ന് പറഞ്ഞാലേ, ഇപ്പോൾ അമ്മമാർ ഗൾഫിൽ പോകണം, അമേരിക്കയിൽ പോകണം, കാനഡയിൽ പോകണം എന്നൊക്കെ പറഞ്ഞില്ലേ, അതായത് വിശ്വാസത്തിൽ അവർ ഡീപ്പോർട്ട് ചെയ്ത് പോവുകയാണ്. ഇങ്ങനെ നമ്മുടെ അമ്മ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾക്ക് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അമ്മയാണ് നമ്മൾ പറയണത്. അങ്ങനെയല്ല മോനെ, വെയിറ്റ് അമ്മ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടും. എന്താ കാര്യം, നമ്മുടെ ആ ജന്മം ഉണ്ടായ കാലം മുതൽ നമ്മൾ കണ്ണ് തുറന്ന് ഇവരാണ് നമ്മുടെ അമ്മയെന്ന് കണ്ട കാലം മുതൽ നമ്മുടെ നന്മയല്ലാതെ ഒന്നും അവർ ഉദ്ദേശിച്ചിട്ടില്ല. അത് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് അമ്മയെ നല്ല വിശ്വാസമാണ്. അവർ നമ്മൾ കണ്ണ് തുറന്ന് കണ്ടത് മുതൽ ഇവരാണ് നമ്മുടെ അമ്മയെന്ന് നമ്മൾ മനസ്സിലാക്കിയ മുതൽ ആ ജന്മം ഇന്ന് വരെ നമ്മുടെ നന്മയല്ലാതെ ഒന്നും അവർ ഉദ്ദേശിച്ചിട്ടില്ല. അതിനു വേണ്ടി എന്ത് അറ്റം വരെ പോകാൻ അവർ തയ്യാറാണ്. അത്രയും അർപ്പിതയാണ് അവരെ. അതുകൊണ്ട് തന്നെ അമ്മമാർ, നിങ്ങൾക്കുള്ള ഡ്യൂട്ടി
നിങ്ങൾ മക്കളെ വിശ്വാസത്തെ നിലനിർത്തുക ആണെങ്കിൽ നിങ്ങളുടെ ജന്മം സാഫല്യമായി. പക്ഷെ ചില അമ്മമാരോട് എന്താണ് അത്ര യോജിപ്പ് കുറവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസത്തിൽ മക്കൾ അകറ്റിക്കളയണേൽ ഇവർ തന്നെ വിലത്തരം കാണിക്കണത്. അതാണ് വിഷയം. വിശ്വാസത്തിൽ നിന്ന് മക്കൾ ഭാര്യ വഴക്കിട്ട് പോയി, അപ്പോൾ ഉടനെ ഭർത്താവ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ മകൻ എന്ത് ചെയ്യും, അമ്മയോട് പറയും അമ്മ അവൾ പോയി. അപ്പോൾ അമ്മ എന്താ പറയും, അവൾ പോണേ പോട്ടറ, ഞങ്ങൾക്ക് വേറെ പെണ്ണൊക്കെ കിട്ടുമെന്ന് പറയും. ഉടനെ ഈ പിശാച്ച് ഉടനെ അത് പറയും. അമ്മ പെട്ടെന്ന് പിശാച്ചായിട്ട് മാറും. മകനോടുള്ള താല്പര്യം കൊണ്ട് ദൈവത്തെ മറന്ന് അവർ നമുക്ക് ഡയലോഗ് പറഞ്ഞു തരും. അവൾ പോണേ പോട്ടറ, നമുക്ക് വേറെ പെണ്ണൊക്കെ കിട്ടുമെന്ന് പറയും. അപ്പോഴമ്മ പറഞ്ഞില്ലേ, പിന്നെ നമുക്ക് എന്താ അവൾ പോണേ പോട്ടെ. അപ്പോൾ പല കുടുംബങ്ങളും നശിപ്പിച്ചതിൽ അമ്മമാർ കൃത്യമായ പങ്കുണ്ട് അമ്മമാർക്ക്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, നിങ്ങൾ ദൈവത്തെ മറന്ന് മകനാണ് മകളാണ് എന്നൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, അമ്മയാണെന്നൊരു കാര്യമില്ല. നിങ്ങൾക്കൊന്നും ദൈവത്തെ മറന്ന് സംസാരിക്കാനുള്ള അവകാശമില്ല. ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ ഉടമ്പടി ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സംഭവിക്കും. ദൈവവും നമ്മളും തമ്മിലുള്ള ലിങ്ക് കറണ്ട് പോകണമെന്ന പോലെ പറഞ്ഞ പോലെ ഈ ഒരു ഉടമ്പടിയിലാണ് നമ്മുടെ ജീവിതം നിൽക്കുക. ഇപ്പം നിങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തില്ലെങ്കിലും നിങ്ങളുള്ള ഒരു അനോണിമസ് ഉടമ്പടി നിൽക്കുകയാണ്. ഒരു അൺനോൺ ഉടമ്പടിയിലാണ് നമ്മൾ നിൽക്കുന്നത് ദൈവമായിട്ട്. അൺനോൺ ഉടമ്പടിയെ നമ്മൾ പ്രഖ്യാപിതമായിട്ട് ഇവിടെ പ്രയോഗിക്കുക മാത്രമാണ് കൃപാസനത്തിൽ ചെയ്യണത്. അൺനോണായിട്ട് ഒരു ദൈവമായിട്ട് നമുക്കൊരു ഉടമ്പടി ഉണ്ട്. പക്ഷേ അത് ബ്രേക്കായി പോയി ചില ആൾക്കാർക്ക്. ദൈവത്തിനേക്കാൾ വലിയ പ്രാധാന്യം മക്കൾക്കോ ജോലിക്കോ വീടിനോ വിവാഹത്തിനോ പ്രണയത്തിനോ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ടക്കെന്ന് ഉടമ്പടി കണ്ടിച്ചു പോകും. എപ്പോഴും നമ്മൾ സംഭവിക്കും ഉടമ്പടി എപ്പോഴാണ് നമ്മൾ ദൈവമായിട്ടുള്ള എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തകർച്ച സംഭവിക്കണത്? അതിൻ്റെ സംബന്ധിച്ച് ഈ അൺനോൺ ഉടമ്പടി, അപ്രഖ്യാപിതമായിട്ടുള്ള അനോണിമസ് ആയിട്ടുള്ളൊരു ഉടമ്പടിയുണ്ട്, അജ്ഞാതമായ ഉടമ്പടി. പെട്ടെന്ന് അത് പ്രകടമല്ലാത്തൊരു ഉടമ്പടിയുണ്ട്. ഈ പ്രകടമല്ലാത്ത ഉടമ്പടി നിങ്ങൾ ദൈവത്തിനേക്കാൾ പ്രാധാന്യം ആർക്ക് കൊടുക്കുന്നുവോ, വ്യക്തിക്ക് കൊടുക്കാം, സൗന്ദര്യത്തിന് കൊടുക്കാം. ഒരു ദിവസം ഒരു കൊച്ചിനോട് പറഞ്ഞു, നീ എന്താണ്ട് വേദപാഠത്തിന് വന്നില്ലല്ലോ? അവ പറഞ്ഞു ഉടുപ്പില്ല. ഉടുപ്പ് അവർക്കുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവളുടെ അമ്മ അവളെ ട്രെയിൻ ചെയ്തിരിക്കും. അവൾ 6ാം ക്ലാസ്സുകാരത്തിയാണ്. അവൾ ഒരു സുന്ദരിക്കുട്ടിയാണ്. പക്ഷേ ഞാൻ അവളുടെ വീട് വെഞ്ചരിക്കാൻ ചെന്നപ്പോൾ അവളുടെ അലമാരി തന്നെ ഏതാണ്ട് എന്നൊക്കെ പേരൊന്നും അറിയാൻ പാടില്ല, ലിപ്സ്റ്റിക്ക് പോലെ ഉപയോഗിക്കുന്ന ഷെയ്ഡുകളിരിക്കുകയാണ്. ഷെയ്ഡുകൾ എത്ര ഷെയ്ഡുണ്ട്? ഒരു 10-24 ഷെയ്ഡുണ്ട്. അവരുടെ അമ്മ ബ്യൂട്ടീഷ്യൻ കോഴ്സ് നടത്തുകയൊന്നുമല്ല, അവർ സാധാരണ ഒരു ഹൗസ് വൈഫാണ്. പക്ഷേ കുഞ്ഞിൻ്റെ ഉടുപ്പിന് പറ്റുന്ന രീതിയിലുള്ള ഷെയ്ഡുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഒരു ദിവസം ഉടുപ്പിന് പറ്റിയ ഷെയ്ഡില്ല, വേദപാഠത്തിൽ പോണില്ല. അതാണ് സംഭവം. ഉടുപ്പിന് പറ്റിയ ഷെയ്ഡ് ചുണ്ടത്തേക്കാൾ ഇല്ലാന്ന് കാരണം കുഞ്ഞ് വേദപാഠത്തിൽ പോയിട്ടില്ല. ഞാനത് കൈയോടെ പിടിച്ചു സാധനത്തിൽ രണ്ടിനെ, അമ്മേനെ മകളെ പിടിച്ചു. ഞാൻ അപ്പം നിങ്ങളുടെ ജീവിതം ഇവിടെ വെച്ച് പട്ടി ചാകണം, അവർ ചത്ത് തിരികെയുള്ളൂ. കാര്യം നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് നിങ്ങളുടെ ചുണ്ടിനേക്കാളും ഉടുപ്പിനേക്കാളും കുഞ്ഞിനേക്കാളും വലുത്, ദൈവത്തേക്കാൾ വലുത് അതാണ്. അവിടെ വെച്ച് നമ്മൾ ദൈവവുമായിട്ടുള്ള ഉടമ്പടി ബ്രേക്കായിപ്പോയി. ഈ ഉടമ്പടി, നിലവിലിരിക്കുന്ന ഉടമ്പടി അറിയാതെ ബ്രേക്കായി പോകാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ കവനൻ്റ്. എന്താണ്? നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനില്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത്. മറ്റൊരു ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? സൗന്ദര്യമാകാം, ആരോഗ്യമാകാം, സമ്പത്താകാം, ചിലപ്പോൾ കമ്പനിയാകാം, ചിലപ്പോൾ ജോലിയാകാം, ചിലപ്പോൾ ലൈനടിച്ച് കെട്ടാൻ പോണ ഭർത്താവാകാം, ഭാര്യയാകാം, കാമുകനാകാം. ദൈവത്തെക്കാൾ പ്രാധാന്യം സ്വത്തിനോ എന്തിനു വന്നാൽ അപ്പോൾ ഈ നിലവിലുള്ള ഉടമ്പടി ബ്രേക്കാവും. നിലവിലുള്ള ഉടമ്പടി ബ്രേക്കായാൽ നമ്മൾ എത്ര തലകുത്തി മറിഞ്ഞാലും പിന്നെ ഗതി പിടിക്കത്തില്ല. എന്താ കാര്യം? ഈ ലോകത്ത് ഒരു കാര്യവും സ്വന്തം കഴിവിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. നമ്മുടെ ഭൂമി എപ്പോഴും ഇളകിയിരിക്കും, നമ്മുടെ ആകാശം ഇളകിയിരിക്കും, നമ്മുടെ കടൽ ഇളകിയിരിക്കും, അനിശ്ചിതമായിട്ട് ഇളകിയിരിക്കും. അപ്പോഴേ ഇളകുമെന്നുള്ള ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ഭൂമി ഇളകും. ഇപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞു, എനിക്ക് 2-3 ഡിസീസ് ഉണ്ട്. ഇപ്പം ഇന്നലെ ഒരു സിസ്റ്റർ ഇവിടെ സാക്ഷ്യം പറഞ്ഞു. എന്താ അസുഖം വെച്ച് കഴിഞ്ഞാൽ അവരുടെ കോശം തന്നെ അവിടെ പതിരയിലെ കോശത്തെ വിഴുങ്ങുന്ന ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്യും. മസ്തീന ഗ്രേവ്സ് രക്ഷപ്പെടാൻ പാടില്ല. അവസാനം റെസ്പിറേറ്ററി പോകും, അതായത് ശ്വസിക്കാനുള്ള ആ ഒരു സംഭവം വന്ന് പതിരകളുടെ കോശങ്ങളെ വിഴുങ്ങും.
പതിരകട കോശങ്ങളെ ചുരുക്കും, പിന്നെ സംസാരിക്കാൻ പറ്റത്തില്ല. തൈമസ് ഇവിടെ ഇരിക്കുന്ന 2 ഗ്രന്ഥികൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറയും. ഓപ്പറേറ്റ് ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം വരും. അവിടെ ഭൂമി കുലുങ്ങുകയാണ്, അവിടെ ആകാശം കുലുങ്ങുകയാണ്, അവിടെ കടൽ ഇളകുകയാണ്. എന്താ ഡോക്ടർ പറയണത്? നിങ്ങൾക്ക് ഇനി സംസാരിക്കാൻ പറ്റത്തില്ല. ഓപ്പറേഷൻ കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണും തുറക്കത്തില്ല. ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കണ്ണും തുറക്കത്തില്ല, നിങ്ങൾക്ക് സംസാരിക്കാനും പറ്റത്തില്ല. ഇത് ഡോക്ടർ നേരിട്ട് പറയുകയാണ്. പണ്ടത്തെ കാലത്ത് അല്ല, മരിക്കാൻ പോണ രോഗീനോട് നേരെ അങ്ങോട്ട് ഡോക്ടർ പറയും. എന്നിട്ട് നിങ്ങൾ ചാകും, അതിന് ഞാൻ ഉത്തരവാദിയല്ലെന്ന് പറയും. അത് മെഡിക്കൽ ഗ്രൗണ്ടാണത്. പണ്ടിങ്ങനെ ഡോക്ടർമാർ പറയത്തില്ല, സാരമില്ല സാരമില്ല, ശരിയാവും എന്നേ പറയത്തുള്ളൂ. ഇപ്പോൾ ലക്ഷങ്ങൾ മേടിച്ചാലും അവർ പറയും ശരിയാകത്തില്ലെന്ന് പറയും. അത് നിങ്ങളുടെ ആശുപത്രി ഫീസ്. പക്ഷെ ഇതുകൊണ്ട് ഇത് ശരിയാകാൻ നിർബന്ധമില്ല. അപ്പോൾ മുഖത്ത് നോക്കി പറയും. അപ്പോൾ നമുക്കുള്ള ഊര് കൂടി പോകും, നമ്മുടെ ഉള്ള ഭൂമി കൂടി ഇളകും, നമ്മുടെ കടലിളകും, നമ്മുടെ ആകാശം ഇളകും. അപ്പോൾ ഇങ്ങനെയെല്ലാം ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ അമ്മ വന്ന്, ഈ സിസ്റ്ററിൻ്റെ അമ്മ, സിസ്റ്റർ MBBS സ്റ്റുഡൻ്റാണ് സെൻറ്റ് ജോൺ മെഡിക്കൽ കോളേജിൽ. അപ്പോൾ അവരുടെ അവസ്ഥ എന്താ? അവർക്കാണ് സെൻറ്റ് ജോൺ മെഡിക്കൽ കോളേജിൽ അൽഫോൻസ മറിയം എന്നുള്ള സിസ്റ്റർ ഇന്നലെ സാക്ഷ്യം പറഞ്ഞതാണ്. അവരുടെ അസുഖം എന്താണ്? ഇപ്പം തൈമസ് ഓപ്പറേറ്റ് ചെയ്ത് കളയാൻ പോവുകയാണ്. അവർക്ക് തൈമസ് ഓപ്പറേറ്റ് ചെയ്ത് കളയണതിന് ഒപ്പം തിയേറ്ററിൽ വെച്ച് പറയും സംസാരിക്കാൻ പറ്റത്തില്ല, ഇനി ചിലപ്പോൾ അത് കണ്ണും തുറക്കത്തില്ല, പക്ഷെ നമുക്കിതെല്ലാം വേറെ ഓപ്ഷൻ ഇല്ലെന്ന് പറയും. വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അവരുടെ അമ്മ പറയും. അമ്മ എന്താ പറയണത്? നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് മകളെ എന്ന് പറയും. ഈ മെഡിക്കൽ സ്റ്റുഡൻറ്റിനോട് അവരെന്താ പറയണത്? അമ്മ എന്താ പറയണത്? നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്, നിൻ്റെ ഊരും എൻ്റെ ആയുസ്സും ഞാൻ ഏൽപ്പിക്കേണ്ട സ്ഥലത്ത് കൃത്യം ഏൽപ്പിച്ചിട്ടുണ്ട്, എൻ്റെ മകൾ പോകുമെന്ന് പറയും. അതാണ് അമ്മ എന്ന് പറയണത്. അതായത് നമ്മുടെ ഒരു ജീവിതമാണ് ഈ സംഭവം. ഈ ജീവിതത്തിൽ ചില സമയത്ത് പെട്ടെന്ന്, അപ്പോൾ ആ സിസ്റ്റർ പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ രോഗിയായത് കാരണം എനിക്ക് എല്ലാവരുടെയും രോഗങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. ഇതാണല്ല പ്രശ്നം. മനുഷ്യൻ കൂടുതൽ സ്വാർത്ഥനായി പോകുന്നതിൻ്റെ കാരണം മറ്റു മനുഷ്യരെ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ഞാൻ രോഗിയായത് കാരണം, ഇപ്പോൾ എന്നെ സംബന്ധിച്ചത് എൻ്റെ അവസ്ഥ എന്താണ്? ഞാൻ ഓരോ ക്യാൻസർ പേഷ്യൻറ്റിനെയും ഓരോ കിഡ്നി പേഷ്യൻറ്റിനെയും അവർ അൾത്താരെ വരുമ്പോൾ അവിടെ തലയെ കൈ വെച്ചിട്ട് കുറേ പ്രാർത്ഥനകളുണ്ട്. മാതാവിൻ്റെ മുഖത്ത് നോക്കി ഞാൻ പ്രാർത്ഥിക്കാം. പക്ഷേ അവരോടൊക്കെ ഞാൻ കാണിക്കുന്ന കാരുണ്യം എന്താണ്? ഞാൻ ബേസിക്കായിട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ടാണ്. ഞാൻ നല്ല ആരോഗ്യമുള്ള ജിംനേഷ്യനിലൊക്കെ ഉള്ള 16 കട്ടിങ്സുള്ള പാർട്ടിയാണെങ്കിൽ ചുമ്മാ ഇങ്ങനെ മസിൽ കൈ വെച്ചിട്ട് പിടിക്കത്തേ ഉള്ളൂ. കാര്യം അവരുടെ വേദന എനിക്കറിയത്തില്ലല്ലോ. വാട്ട് ദേ ഫീലിംഗ് അവരുടെ ഫീലിംഗ് നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ഫീലിംഗ് അറിയിക്കുമ്പോൾ മാത്രമേ ഒരുത്തിൻ്റെ സ്വാർത്ഥത കുറഞ്ഞു വരത്തുള്ളൂ. അല്ല യമനിയമയാം പ്രാണായാമ പ്രത്യാസ ദിനിയാസ സമാധിയിലൂടെ അത് ഒരു മാനസികമായ ആശയപരമായ രീതിയിലുള്ള നമ്മളുടെ ഒരു എന്താണ് ജഗമിഥ്യ എന്ന് കാണിക്കുന്ന ആശയപരമായ ഒരു ജ്ഞാനമാർഗമാണത്. പക്ഷേ അനുഭവപരമായിട്ട് പ്രായോഗിക മാർഗമെന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് തന്നെ ഈ അസുഖം വന്നു കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാകും. അത് പുരോഹിത, നീ തന്നെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹെബ്രായർ 5:2 അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് പുരോഹിത നീ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. അപ്പൊ ഈ വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറുക ഉടമ്പടിയുടെ ഭാഗമാണത്. നമുക്ക് സഹതാപമൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ ലെവലുണ്ട്. എന്താണ്? വേണ്ടത്ര സഹതാപം. നിങ്ങൾക്ക് ആൾക്കാരുടെ സഹതാപമുണ്ട്. നിങ്ങളുടെ അപ്പനോട്, അമ്മയോട്, നിങ്ങളുടെ ബന്ധുക്കളോടാണ് സഹതാപം ഉള്ളത്. പക്ഷേ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ആൾക്കാരോട് നിങ്ങൾക്ക് സഹതാപം ഉണ്ടോ? ഇല്ല.
നിങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ പറയും എല്ലാവർക്കും എല്ലാവരുടെയും തകർച്ച കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ്. എന്താണ്, അവന് അങ്ങനെ തന്നെ വേണം, അവന് ഇത്തിരി ഇടുപ്പ് കൂടുതലാണ്, അവൾക്ക് അങ്ങനെ തന്നെ വേണം. അതാണ് നമ്മുടെ മൈൻഡ് ഇരിക്കണത്. നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോഴും ഒരു മനുഷ്യൻ്റെ തകർച്ച കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ സന്തോഷിക്കുന്നത്? നിങ്ങൾ ലോകത്തനായതുകൊണ്ടാണ്. ഈ ലോകത്തനായി നിന്നുകൊണ്ട് ഒരിക്കലും ഉടമ്പടിയുടെ ആനുകൂല്യം കൈപ്പറ്റാൻ പാടായിരിക്കും. സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ്റെ തോറ്റുപോയെന്ന്, ഒരാൾ പരീക്ഷയ്ക്ക് തോറ്റു, തോറ്റുപോയാവോ കഷ്ടമായി പോയെന്ന് പറഞ്ഞ് ഉള്ളിൽ സന്തോഷമായിരിക്കും. പിതാജ തോറ്റല്ല, അവൾക്ക് അങ്ങനെ തന്നെ വേണമെന്ന്. ഇതാണ് നമുക്ക് ഡബിൾ മൈൻഡ് ശരിക്കും പറഞ്ഞാൽ. ഈ ഡബിൾ വിഷൻ എന്ന് പറഞ്ഞ പോലെ കാപട്യത്തിന് 2 മൈൻഡുണ്ട്. ഒരു മനുഷ്യൻ തോറ്റു, അവൻ്റെ കാലൊടിഞ്ഞു, അവൻ ചില മലയാളികൾ അമേരിക്കയിൽ വണ്ടി ഇടിച്ച് മരിച്ചു. അവിടെ നമ്മൾ പത്രം വായിക്കും, മലയാളി കാനഡയിൽ വണ്ടി ഇടിച്ച് മരിച്ചു, അവൾക്ക് അങ്ങനെ തന്നെ വേണം, നാട്ടിൽ നിൽക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ കെട്ടിയെടുത്ത് അങ്ങോട്ട് പോയിരിക്കണം. ഇതാണ് മനസ്സിരിപ്പ്. ഇതാണ്. അപ്പോൾ ഈ നിലവിലിരിക്കുന്ന ഉടമ്പടി ബ്രേക്കാണ്. കാര്യം ഈ ആൾ ഉടമ്പടി എടുക്കാൻ യോഗ്യനല്ല. ഇവർ കേട്ടാൽ ഇവർക്കൊരു ബന്ധവുമില്ല. കാനഡയിൽ മലയാളി വണ്ടി ഇടിച്ച് മരിച്ചു, അവൾക്ക് അങ്ങനെ തന്നെ വേണം, പെരുപ്പ് വന്നിട്ടല്ല അങ്ങോട്ട് ചാടിപ്പോയിരിക്കണം, അവരെ കാര്യമുണ്ടായ പിന്നീട് നാട്ടിൽ നിൽക്കാൻ പാടില്ല ഞാൻ. അപ്പോൾ ആൾ കളിക്കാൻ വേണ്ടി വലിയ വീട് വെക്കാൻ വേണ്ടി പോയിരിക്കുക. അപ്പോൾ ഇങ്ങനെ പുച്ഛം തോന്നും, ഉടനെ ജഡിക മനുഷ്യനെ പുച്ഛം തോന്നും. അതാണ് വേണ്ടത്ര. ടേക്ക് ദ വേർഡ്, എടുത്തേ വചനെടുത്തേ. എബ്രായർ 5:2. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് പറഞ്ഞേ, അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. ഒന്നുകൂടി പറഞ്ഞ, ഒന്ന് വായിച്ച മോളെ. അവൻ തന്നെ ഒന്ന് പറഞ്ഞ, അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. ഇപ്പൊ ദൈവം മനുഷ്യരെ കാണുന്ന 2 ആത്മബന്ധത്തിന് 2 ഡയമെൻഷനാണ്. ദൈവം ഒന്ന് പറയും ജ്ഞാനമുള്ളവരെന്ന് പറയും, പിന്നെ എന്താണ്, അജ്ഞരുണ്ട്, അറിയാൻ പാടില്ലാത്തവരെ. ഈ അറിയാൻ പാടില്ലാത്ത വർഗത്തോട് കാണിക്കുന്ന സഹതാപമാണ് ദൈവിക സഹതാപം. അതാണ് വേണ്ടത്ര സഹതാപം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ നെഞ്ചിൽ കുത്തിയപ്പോഴേ, പിതാവേ അവരോട് ക്ഷമിക്കണമേ. എന്താ കാരണം? അവർ ചെയ്യുന്ന എന്താണെന്ന് അവർക്ക് അറിയില്ല. അത് അജ്ഞരെന്ന് പറയുന്നതാണ്. കർത്താവ് അതായത് ഈ അജ്ഞര് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. നിങ്ങൾക്ക് ആത്മബന്ധമുള്ളവരുണ്ട്, അയൽവാസികളുണ്ട്, അവരോടൊക്കെ നിങ്ങൾ ഓക്കെയാണ്. ആത്മബന്ധമുള്ളവരുണ്ട്, അയൽവാസികളുണ്ട്. പക്ഷെ ദൈവം നിങ്ങൾക്ക് സഹതാപം ഉണ്ടെന്നേ പറയത്തുള്ളൂ, പക്ഷെ വേണ്ടത്ര സഹതാപം ഉണ്ടെന്ന് പറയത്തില്ല. വേണ്ടത്ര സഹതാപം ഉണ്ടെന്ന് പറയണമെങ്കിൽ അജ്ഞരോടുകൂടി നിങ്ങൾക്ക് അതേ സഹതാപം, ആത്മബന്ധമുള്ള ആൾക്കാരോടുള്ള സഹതാപം അജ്ഞനോടുണ്ടാകണം. എന്നുവെച്ചാൽ നിങ്ങളെ അറിയാൻ പാടില്ലാത്തവർ, നിങ്ങൾക്കറിയാൻ പാടില്ലാത്തവർ, പിടിയ അവർ അന്യരാണ്. നിങ്ങളെ അറിയാൻ പാടില്ലാത്തവർ, പിന്നെന്താണ്, നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തവർ. അവരൊക്കെ ബൈബിൾ എന്താ പറയണത്? അജ്ഞര്. അജ്ഞരാരാണ്? അന്യരാണ്. അപ്പം അജ്ഞരെന്ന് പറയുന്ന അന്യരോട് വേണ്ടത്ര സഹതാപം തോന്നാൻ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സുടനെ സ്വീകരിക്കും. ക്രിസ്തുവിൻ്റെ മനസ്സ് സ്വീകരിക്കുകയാണെങ്കിൽ ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട ഉടമ്പടി ലക്ഷ്യങ്ങളൊന്നാണ് നിങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ മനസ്സുണ്ടാകണമെന്ന്. ഫിലിപ്പിയർ 2:6 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഫിലിപ്പി 2:5. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. നിങ്ങൾ എന്ത് രൂപത്തിലായാലും ആ രൂപത്തിൽ തന്നെ കടിച്ചു തൂങ്ങി കിടക്കരുതെന്ന് പറയണത് മനസ്സിലായില്ലേ? ഇതാ ക്രിസ്തുവിൻ്റെ മനോഭാവം. നിങ്ങൾ എന്ത് രൂപം, ഇപ്പം നിങ്ങൾ MSc B.Ed ആണ്, നിങ്ങളുടെ രൂപത്തിലാണ്. ഈ രൂപത്തിൽ ഞാൻ MSc B.Ed ആണെന്ന് പറഞ്ഞ് തലയിൽ കയറിയൊക്കെയാണ്. മനസ്സിലായോ? നിങ്ങൾ IAS ആണ്, അല്ലെങ്കിൽ നിങ്ങൾ IAM ആണ്, നിങ്ങളൊരു രൂപത്തിലാണ്. ഈ രൂപത്തിനോടുള്ള കടിച്ചു തൂക്കി കിടക്കുന്നതാണ് ശരിക്കും പറഞ്ഞ അറ്റാച്ച്മെൻ്റ് എന്ന് പറയണത്.
അതാണ് വിളവോട്ട്. ഫിലിപ്പി 2:5. ഫിലിപ്പ് 2:5. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം, യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. അപ്പൊ നമ്മളിൽ ഉണ്ടാകേണ്ട മനോഭാവം എന്താണ്? യേശുക്രിസ്തുവിന്റെ മനോഭാവമാണ്. യേശുക്രിസ്തുവിന്റെ മനോഭാവം എന്താണ്? പറ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും, ദൈവത്തിന്റെ രൂപത്തിൽ ആയിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. സ്റ്റാറ്റസ് കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. ഇവിടുത്തെ പ്രോബ്ലം അതാണല്ല. സ്റ്റാറ്റസ് കീപ്പിംഗ് നിസ്സാര കാര്യമല്ല. ഞാൻ വലിയ ഒരു പ്രമാണിയാണ്, അല്ലെങ്കിൽ ഞാൻ ബ്രാഹ്മണരുടെ സ്റ്റാറ്റസുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ജാതി സിസ്റ്റം അനുസരിച്ച് ഈ സ്റ്റാറ്റസിലേക്ക് നമ്മൾ ആരെയും ക്ഷണിക്കത്തില്ല, തട്ടിക്കളയും. അതുകൊണ്ട് ഒരു മനുഷ്യ നിസ്സാരമല്ലേ സ്റ്റാറ്റസ് പോയത്. അപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഇന്നും വ്യക്തികളുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന സുവിശേഷ വിരുദ്ധമായ, ദൈവിക വിരുദ്ധമായ ഒരു ജാതി സവർണ ചിന്ത ഉള്ളിലുണ്ട്. ഇത് നിസ്സാര കാര്യമല്ല. യേശുക്രിസ്തുവിൻ്റെ മനോഭാവത്തിനെതിരാണ്. ഇതിന് ട്രീറ്റ് ചെയ്യാതെ കേരള സഭ ക്രിസ്തുവിനെ സ്വീകരിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. വ്യക്തികൾ സ്വീകരിക്കാതെ എങ്ങനെയാണ് സഭ സ്വീകരിക്കണത്? വ്യക്തികൾ സ്വീകരിക്കണമെങ്കിൽ വ്യക്തികളുടെ മനോഭാവങ്ങൾ മാറണം. എന്ത് മനോഭാവം ആയിരിക്കണം? യേശുക്രിസ്തുവിൻ്റെ മനോഭാവം. ടേക്ക് ദ ബോർഡ് ഓഫ് ഗോഡ്. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം, പറഞ്ഞ യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. അപ്പം പരിഗണിക്കുക, സ്റ്റാറ്റസ് പരിഗണിക്കുക, അത് നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കുക. ഇതൊക്കെ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പ്രക്രിയയിലാണ് ഈ സ്റ്റാറ്റസൊക്കെ ഡിസ്റ്റോർട്ട് ചെയ്ത് പോകേണ്ടത്. നമ്മളിൽ ക്രിസ്തു മനുഷ്യാവതാരം ചെയ്യുന്നത് ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. അത് ഘട്ടം ഘട്ടമായിട്ടാണ്. ഉടമ്പടിയിൽ ലക്ഷ്യമെന്ന് തന്നെ പറയണത് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരമാണ് നമ്മളിലുള്ള. അതിന് ഘട്ടം ഘട്ടമായിട്ട് ഈ മനോഭാവങ്ങൾ മനുഷ്യൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിനാണ് ഈ രോഗങ്ങളും തകർച്ചകളും ജപ്തി നടപടികളും ഒക്കെ നമ്മളെ സഹായിക്കണത്. നമ്മുടെ ഭൂമി കുരുങ്ങണത്, ആകാശം കുരുങ്ങണത്. അപ്പം നിങ്ങൾ ഓർക്കും ഈ കാലം കടന്നു പോകുന്നൊക്കെ നമുക്ക് പറഞ്ഞ് ഭാവാത്മകമായിട്ട് പറയാമെങ്കിലും കാലം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കടന്നു പോകണം. ഈ ജീവിതം ഒരു ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഈ ഉടമ്പടി കാലം കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം നടന്നു, നിങ്ങൾ സാക്ഷ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ ദൈവത്തിന് അതുകൊണ്ടൊരു പ്രയോജനമില്ല, നിങ്ങൾക്കാണ് പ്രയോജനം. എന്താ കാര്യം? ഇപ്പം തന്നെ അർപ്പിതം എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരനെ കുറിച്ച് പറഞ്ഞില്ലേ. അർപ്പിതം എന്താ പ്രശ്നം? അർപ്പിത യുദ്ധമാണ് എപ്പോഴും ദൈവത്തോട്. അർപ്പിതിനോട് പറയും ഇതൊക്കെ എൻ്റെ അവർ കിട്ടിക്കഴിയുമ്പോൾ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ആ പാലം കയറുമ്പോൾ നാരായണ എന്ന് പറയും, പാലം കയറി കഴിയുമ്പോൾ കൂരായണ എന്ന് പറയും. എന്താണ്? ഇതൊക്കെ എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് പറയും. എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവൻ പറയും, എടാ പള്ളിപ്പോടാ എന്ന് അമ്മ വിളിക്കും. അമ്മ പറയും എനിക്ക് വർക്കൗട്ട് ഉണ്ടെന്ന് പറയും. വർക്കൗട്ട് എന്ന് വെച്ചാൽ ജിംനേഷ്യത്തിൽ പോകുന്നുണ്ട്, അതിനാ വർക്കൗട്ട് എന്ന് പറയണത്. അപ്പോൾ അവൻ പള്ളിയിൽ പോകാതെ വർക്കൗട്ടിന് പോകും. വർക്കൗട്ടിന് പോയി ജിംനേഷ്യത്തിലോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ അവൻ്റെ മൊബൈലിൽ ഒരു മെസ്സേജ് വരും. എന്താ കാര്യം? യു ആർ അഡ്മിറ്റഡ്. എന്താണ്? നീ ആഗ്രഹിച്ച ജർമ്മൻ യൂണിവേഴ്സിറ്റിയിൽ നിനക്ക് അഡ്മിഷൻ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞൊരു മെസ്സേജ്. ഇവന് കരച്ചിൽ വരാമെന്ന് അറിയാൻ പറ്റില്ല. അവിടെ നിന്ന് ഓടും. അവൻ ജിംനേഷ്യത്തിൽ നിന്ന് ഓടി കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിക്കെ വന്ന് കണ്ണീരോടെ വലിയവായി കരയും. കർത്താവേ, ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ടും നീ എന്നെ ഉപേക്ഷിച്ചില്ലല്ലോ. ഞാൻ ആനുകൂല്യം അനുഗ്രഹം കൈപ്പറ്റിക്കൊണ്ട് ആ സമയത്ത് അന്നടങ്ങുന്ന അപ്പനെപ്പോലെ ഞാൻ നിന്നോട് അടുക്കും. പിന്നെ ഞാൻ എൻ്റെ കഴിവ് കൊണ്ടാണ് കിട്ടിയതെന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടോടെ ഞാൻ നിന്നോട് അകലും. എനിക്ക് തന്ന എൻ്റെ പ്രാർത്ഥന നീ കേട്ടത്, എനിക്ക് തന്ന ഉദ്യോഗം ഒടുവിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ മാറ്റി. ഞാൻ അപ്പോഴും നിന്നെ തള്ളിപ്പറഞ്ഞു. ഞാൻ നിന്നെ തള്ളിപ്പറഞ്ഞിട്ടും ഞാൻ നിന്നെ ഒഴിവാക്കിയിട്ടും ഞാൻ എൻ്റെ വഴിക്ക് പോയിട്ടും നീ എന്നെ ഉപേക്ഷിക്കാതെ നീ എൻ്റെ പിന്നാലെ വന്ന് പറയാൻ കാര്യം ഈ ജർമ്മൻ യൂണിവേഴ്സിറ്റിയിലെ
അഡ്മിഷൻ കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ലെന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ദൈവത്തിനും അവനുമാണ്. അപ്പോൾ അവന് ഒരു മെറിറ്റുമില്ലാത്ത ഒരു കോളേജിലെ ദൈവത്തിൻ്റെ മെറിറ്റിൽ അവനെ റീസ്റ്റേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് അവൻ കരഞ്ഞു പോണത്, കർത്താവേ അങ്ങ് ഇത് ചെയ്യാൻ ഞാൻ ഒരിക്കലും യോഗ്യനല്ല. അനുതാപത്തോടു കൂടി അവൻ കർത്താവിലേക്ക് തിരിച്ചു വരും. എന്നിട്ട് അർപ്പിത് പറയുന്നു, ഈ നൂറ്റാണ്ടിലെ യൂത്തിൻ്റെ ഏറ്റവും നല്ല സാക്ഷ്യങ്ങളൊന്നാണ്. അങ്ങനെ തന്നെയാണ് തമ്പിട്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് അർപ്പിതിൻ്റെ സാക്ഷ്യം കേൾക്കണമേ. കാര്യം ഒരു മനുഷ്യൻ്റെ ഫ്ലക്ച്വേഷൻസ് വളരെ കൃത്യമായിട്ട് ഡെപ്യൂട്ട് ചെയ്യുന്നൊരു സാക്ഷ്യമാണത്. കാര്യം ഉടമ്പടി എടുത്താൽ തന്നെയും നമ്മൾക്ക് ഓരോരോ സ്വകാര്യമായ പിൻവലിക്കൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനെ കവർ ചെയ്തുകൊണ്ട് ഈ മനുഷ്യനെ എങ്ങനെയാണ് ഒരു വേട്ടപ്പട്ടിയെപ്പോലെ ദൈവം പിടിക്കണത്. കാര്യം നമ്മൾ ദൈവം ഉപേക്ഷിച്ചാലും നമ്മൾ ദൈവത്തെ ഉപേക്ഷിച്ചാലും ദൈവം നമ്മളെ ഇങ്ങനെ ഒരു വേട്ടപ്പട്ടിയെപ്പോലെ പിടിക്കും. അതുകൊണ്ടാണ് ഹൗണ്ട് ഓഫ് ഫെവനിൽ നമ്മൾ വായിക്കുന്നത്. അങ്ങനെ ഒരു പഴയ ഇംഗ്ലീഷ് പോയമാണ്. ഞാൻ കടലിലായിരിക്കുമ്പോൾ ഞാൻ കടലിപ്പോൾ ഒളിച്ചിരിക്കാൻ നോക്കി നിന്നിൽ നിന്ന്, പക്ഷെ ഞാൻ കടലിൻ്റെ തിരകളിൽ ഒളിച്ചിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിക്കണ്ണുകൊണ്ട് തിരകൾക്കുള്ളിലൂടെ നോക്കുമ്പോൾ ദാണ്ട് നീ ഒരു പട്ടിയെപ്പോലെ നീന്തി എൻ്റെ അടുത്തേക്ക് വരുന്നു. ഞാൻ എവിടെ പോയി ഒളിക്കുമെന്ന്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ഇടമില്ലാത്ത ഒരു ലോകത്ത് തന്നെയാണ്. സങ്കീർത്തനം 139 തിരുവചനം 7. അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? പറഞ്ഞ അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പ്രഭാതത്തിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അതിർത്തിയിൽ ചെന്ന് അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും. അങ്ങയുടെ വലത് കൈ എന്നെ പിടിച്ചു നടത്തും. ഒരു മനോഹരമായി ഇത് അനാദികാലം മുതൽ ദൈവവും മനുഷ്യനും കണ്ടുമുട്ടിയ കാലം മുതലേ മനുഷ്യൻ അനുഭവിക്കുന്ന വല്ലാത്ത വാരിപ്പുണർച്ചയാണ്. ദൈവസ്നേഹത്തിൻ്റെ വാരിപ്പുണർച്ച. ഇട്ടേച്ചും പോയാലും പുറകേ വരും, ഒരു പട്ടിയെപ്പോലെ പുറകെ വരും. നമ്മൾ പട്ടിയെ കടത്തിക്കളഞ്ഞാലും നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമ്മളെക്കാൾ മുമ്പേ വന്ന് നിൽക്കണം കണ്ടിട്ടില്ലേ? അതുപോലെ നിന്നെ നേടിയെടുപ്പിയൊന്ന് അഭിഷേകമായി സ്ഥാനപ്പെട്ടാലേ പിന്നെ നിങ്ങൾ ദൈവത്തിനെ കൊതിയോടുകൂടെ കരം കരിച്ചുകൊണ്ട് കൂടെ നടക്കും. കാര്യം അത്ര കണ്ട് ദൈവസ്നേഹമാണ് ഉടമ്പടിയിലെ ഓരോ മനുഷ്യരും ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവേ ദൈവസ്നേഹം അനുഭവിച്ച എല്ലാ മനുഷ്യരെ പോലെ എന്നെയും അങ്ങയുടെ ആത്മബന്ധത്താൽ. അതായത് ഇപ്പൊ സിസ്റ്റർ അൽഫോൻസ മറിയത്തിൻ്റെ സാക്ഷ്യങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. അൽഫോൻസ മറിയത്തിന് ഓരോരോ ഘട്ടം കഴിയുമ്പോഴും ഇവിടെ മെരിറ്റ് ടോർപ്പടയാണ് കാണാൻ പറ്റുക. ദൈവം എപ്പോഴും നമുക്കറിയാവുന്ന ഗ്രേസ് ദൈവത്തിൻ്റെ തൽഭവമോ തത്സമമോ ആണ്. ദൈവം ഒരു പേഴ്സണൽ പ്രസൻസിന് വേണ്ടി പകരം ഉപയോഗിക്കുന്ന വാക്കാണ് കൃപ എന്നുള്ളത്. കൃപ എന്ന് പറയുമ്പോൾ നോട്ട് ബൈ മെരിറ്റിലെ പറയും. എപ്പം നിങ്ങളുടെ മെരിറ്റുകൾ പോകുന്നുവോ അപ്പോഴാണ് സ്വാഭാവികമായിട്ടും നിങ്ങൾ ഗ്രേസ്ഫുള്ളായിട്ട് വരണത്. വെച്ചാൽ നിങ്ങൾ കൃപയിലേക്ക് വരണത്. ഇപ്പോൾ അൽഫോൻസ മറിയം ഇപ്പോൾ 2ാമത്തെ കൊല്ലം MBBS എഴുതുന്ന സിസ്റ്റർ, അപ്പോൾ പ്രൊവിൻഷ്യൽ പറയും, ദിസ് ഈസ് യുവർ മെഡിക്കൽ റിപ്പോർട്ട്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാം. നിങ്ങളുടെ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. സിസ്റ്റർ വളരെ പ്രൂഡൻ്റായിട്ട് ഉള്ള വിവേകമുള്ള പ്രൊവിൻഷ്യലാണ്. കാര്യം അത് ഒരു ദൈവവിളിയുടെ കാര്യമായതുകൊണ്ട് വളരെ ഭവ്യമായിട്ട് ഇടപെടും. ഇറ്റ് ഈസ് യുവർ ഡിസിഷൻ. നിങ്ങൾ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ
ഞങ്ങൾ നിങ്ങളുടെ കൂടെ അബൈഡ് ചെയ്യും. അല്ല നിങ്ങൾ കരിയർ സ്റ്റോപ്പ് ചെയ്യാൻ ആണെങ്കിൽ ദാറ്റ് ഈസ് അപ് ടു യു. നല്ല ഡിസിഷൻ. അപ്പോൾ എന്ത് ചെയ്യും? പ്രൊഫഷണലല്ലേ നമുക്ക്. ഇപ്പം നമ്മുടെ സുപ്പീരിയേഴ്സ് അല്ലേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ദൈവഹിതത്തിൻ്റെ ഒരു ചാനലെന്ന് പറയണത്. പക്ഷേ ഒരു പ്രോബ്ലം ഉള്ളതെന്ന് പറയണത് ഈ സുപ്പീരിയേഴ്സ് പോലും ഇരുട്ടിൽ തപ്പുന്ന ഹൗ ടു ഗീവ് എ ഗുഡ് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നൊരു സമയം ഉണ്ടാവും, അവർക്കും ഉണ്ടാവും. എന്ത് നിർദ്ദേശം കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ സിസ്റ്റർ തന്നെ പുരുഷൻ പറയും, സിസ്റ്റർ തന്നെ പ്രാർത്ഥിച്ച് തീരുമാനിക്കാൻ പറയും. പക്ഷേ അതൊരു നല്ല തീരുമാനമാണ്. കാര്യം അവർക്ക് തീരുമാനിക്കാം. അവർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ ഇവരെ മെഡിക്കൽ സ്റ്റുഡൻ്റ് അല്ലേ, ഇവർ പഠിപ്പിക്കണമെങ്കിൽ ലക്ഷങ്ങൾ വേണം. അത് മുടക്കാൻ ഗവൺമെൻറ് തയ്യാറാണ്. അതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളെ സ്റ്റഡിയെ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയും. പക്ഷേ അത് ഇവരുടെ രോഗം എന്താ? തൈമസ് ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞു. അത് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും റെസ്പിറേറ്ററി പ്രതിരോധത്തിലായി. ശ്വാസം മുട്ടൽ തുടങ്ങി IC കൊണ്ടുപോയിട്ട് ഇങ്ങനെ ICന്ന് പിന്നെ ഇറക്കിക്കൊണ്ട് വെന്റിലേറ്ററിൽ കൊണ്ടുപോകും. അപ്പോൾ തന്നെ തീർന്നെന്ന് പറയുമ്പോഴും ഇവരുടെ അമ്മ പറയും തീർന്നിട്ടില്ലെന്ന് പറയും. ഉടമ്പടി കിടക്കണില്ലേ? അതാണ് സംഭവം. സിസ്റ്ററിൻ്റെ അമ്മ പറയും എല്ലാവരും തീർന്നെന്ന് പറയും. ICന്ന് വെന്റിലേറ്ററിലല്ല പോണത്. അപ്പോൾ തീർന്നെന്ന് പറയുമ്പോൾ അമ്മ പറയും തീർന്നിട്ടില്ല മോളെ, ഉടമ്പടിയുണ്ട്. തീർന്നിട്ടില്ലെന്ന് പറയാൻ കൃപാസനം മാതാവ് ഉണ്ട് നമുക്ക്. അത് ജനകോടികളുടെ അനുഭവമാണ്. ഇന്ന് കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. അമ്മ ഇങ്ങനെ പറഞ്ഞില്ലേ, മുന്നോട്ട് പ്രൊസീഡ് ചെയ്ത് നമുക്ക് പോകാം. നീ സന്യാസം ഉപേക്ഷിക്കേണ്ട, നീ മെഡിക്കലും പ്രൊഫഷനും ഉപേക്ഷിക്കേണ്ട, മുന്നോട്ട് പോകാം. മാതാവ് നമ്മളെ സഹായിക്കും. പക്ഷേ മാതാവ് നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് നേരെ ഓപ്പോസിറ്റാണ്. കാര്യം ഇവിടെ വീക്കാണ്, ബോഡി വീക്കാണ്, അവർ തളർച്ചയാണ്, പഠിക്കാൻ പറ്റണില്ല, എക്സ്പോഷർ കിട്ടണില്ല. എക്സ്പോഷർ എന്ന് പറയണത് അവർക്കറിയാവില്ല. അവരുടെ ക്ലാസ്സിന് പറ്റുന്ന രീതിയിൽ സൈക്കോളജിയിലും സൈക്കോപത്തോളജിയിലും അതുപോലെ തന്നെ അനാട്ടമിയിലും ഒക്കെ എക്സ്പോഷർ ഉണ്ട്, എക്സ്പീരിയൻസ് ക്ലാസ് ഉണ്ട്. അതിനൊന്നും പോകാൻ പറ്റണില്ല. കിടപ്പാണ് എപ്പോഴും. ഈ കിടക്കണ ആളെങ്ങനെ പരീക്ഷ എഴുതണത്? എഴുതുന്ന ആളെങ്ങനെ മുന്നോട്ട് പോകണത്? അപ്പോൾ എല്ലാവരും കൂട്ടുകാരൊക്കെ പറയും ഹൗ ടു ഡു ഇറ്റ് ബെറ്റർ ടു ഡിസ്കണ്ടിന്യൂ. അല്ല നിനക്കിത് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ സിസ്റ്റർ സ്വന്തമായിട്ട് പറയും, ഈശോ നീ എന്നോട് പറഞ്ഞതല്ലേ മുന്നോട്ട് പോകാൻ. എനിക്ക് സങ്കടം തോന്നണം വല്ലാതെ. അതെൻ്റെ തോന്നൽ മാത്രമായിരുന്നു. അതോ നീയാണോ എന്നോട് സത്യമായിട്ടും പറഞ്ഞത് മുന്നോട്ട് പോകാൻ? എനിക്കിപ്പോൾ നീന്തിട്ട് കര പറ്റണില്ല. ഞാൻ മുങ്ങിപ്പോകാൻ പോലെ തോന്നുന്നത്. പുറകോട്ട് തിരിച്ച് നീന്താനും പറ്റണില്ല, മുമ്പോട്ട് നീന്താനും പറ്റണില്ല. നടുക്ക് കിടന്ന് വെള്ളം കുടിക്കുകയാണ് ഞാൻ. എന്ത് ചെയ്യും? അപ്പോഴെന്നോട് അതിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുന്ന മോഡൽ എക്സാം. അപ്പോൾ ഈശോ പറയും, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ നിന്നെ സഹായിക്കാമെന്ന്. എന്താ പ്രശ്നം? മോഡൽ എക്സാം വരാൻ പോവുകയാണ്. അപ്പോഴും മോഡൽ എക്സാം എഴുതണം. അപ്പോൾ എഴുതണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവർ എഴുതാൻ പോകേണ്ടവർ. പക്ഷേ എഴുതിയിട്ട് കാര്യമില്ല. ഇവർക്ക് എഴുതിയിട്ട് കാര്യമില്ല. കാര്യം അവർക്ക് മെറിറ്റില്ലല്ലോ. അറ്റൻഡൻസ് അല്ല, മെറിറ്റില്ല ആദ്യം. കാര്യം അവരുടെ പഠിച്ചിട്ടില്ല, അവർക്ക് എക്സ്പോഷർ ഇല്ല. അപ്പം ഉടമ്പടിയുടെ ഭാഷ എന്താണ്? മെറിറ്റില്ലെന്നുള്ളതാണ്. നോട്ട് ബൈ മെറിറ്റ് എന്നാണ്. നോട്ട് ബൈ മെറിറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെന്താണ്? ഗ്രേസാണ്. ആദ്യം ഉടമ്പടി ബുക്ക് ഉണ്ടായ കാലത്ത്, ഉടമ്പടിയെക്കുറിച്ച് കർത്താവിന് മുമ്പ് ഞാൻ ഇരിക്കണ കാലത്ത്, ആ വെളിപാടിൻ്റെ മൂർധന്യത്തിൽ ഈശോ പറഞ്ഞ വാക്കാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇത് മെറിറ്റിലല്ല വർക്ക് ചെയ്യണം മോനെ. ഉടമ്പടി ചെയ്യുന്നതിൻ്റെ കാര്യം ഗ്രേസ് വർക്കൗട്ട് ചെയ്യാനാണ്. അവിടെ മെറിറ്റ് ചിലപ്പോൾ 0 ആയിരിക്കും. മെറിറ്റ് ഇങ്ങനെ കുറഞ്ഞ് സിസ്റ്ററിന് 0 ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും കർത്താവ് എന്നോട് പറഞ്ഞല്ല മുന്നോട്ട് പോകാൻ. അപ്പം ഞാൻ മുന്നോട്ട് തന്നെ പോകുമെന്ന് പറഞ്ഞ് സിസ്റ്റർ പോയി ഇത് എഴുതും. മോഡൽ എക്സാം എഴുതും. മോഡൽ എക്സാം എഴുതിയിട്ട് എൻ്റെ റിസൾട്ട് വരുമ്പോൾ ആ ബാച്ചിലുള്ള ഏറ്റവും കൂടുതൽ മാർക്ക് സിസ്റ്ററിന് കിട്ടും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്ററിന് മനസ്സിലാകത്തില്ല, ബാച്ചിന് മനസ്സിലാകത്തില്ല. ഇങ്ങനെ മനസ്സിലാകാത്ത ഒരു ജീവിതം ഉടമ്പടിയിലുണ്ട്. നിങ്ങൾ നോക്കിക്കണ്ട, ഈ ആളിൻ്റെ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും നമുക്കറിയാം. അപ്പോൾ ഈ മോഡൽ എക്സാമിന് ബാച്ചുകാർക്ക് മനസ്സിലാകും സിസ്റ്ററിനെ നയിക്കുന്ന ഒരു ശക്തിയുണ്ട് സിസ്റ്ററിൻ്റെ കൂടെ.
അത് അവരുടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപയുടെ ഒരു ശക്തിയുണ്ട്. കാര്യം ഈ വിശ്വസിക്കുന്നതിൻ്റെ കൂടെ എപ്പോഴും അടയാളമുണ്ട്. കാരണം വിശ്വസിക്കുന്നവർക്ക് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത സമയത്ത് വിശ്വസിക്കുന്നതിനാണ് വിശ്വാസം എന്ന് പറയണതേ. വെറുതെ അവിടെ അമേരിക്ക ഉണ്ട് ഇപ്പുറത്ത് ആഫ്രിക്ക ഉണ്ടെന്ന് വിശ്വസിക്കണമല്ല. വിശ്വസിക്കാൻ പറ്റാത്ത ഇരുട്ട് മാത്രമായിരിക്കുമ്പോഴും നമ്മൾ കർത്താവിൻ്റെ കൈകളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കാലെടുത്ത് വെക്കുന്നതാണ് വിശ്വാസം എന്ന് പറയണത്. അതിന് വിശ്വാസമുണ്ട്, കർത്താവ് നമ്മളെ രക്ഷിക്കും എന്ന് പറയും. പണ്ട് ഞാനൊരു ദിവസം ഒരു സൈവർ എന്നൊരു മനുഷ്യന് പക്ക വെള്ളവടിയാണ്. പുള്ളിക്കാരൻ അവിടെ സൗദി അറേബ്യയിലെ മെയിൻ പരിപാടി വാറ്റായിരുന്നു. സൗദി അറേബ്യ ചാറ്റുചാര ഉണ്ടാക്കി അവർ പിടിച്ച് വെട്ടിക്കളും, പെടലി വെട്ടി. ഒരു വെള്ളിയാഴ്ച വെച്ച് പെടലി വിട്ടും. പെടലി വെട്ടുന്നതിന് പകരം അവൻ്റെ ജോലിയും കളഞ്ഞ് അവൻ അവിടെ നിന്ന് പോന്ന്. അവൻ്റെ വിസ എക്സ്പയറായി. അവൻ്റെ വിസ അവൻ്റെ ആളെ അക്കാമ അവർ പിടിച്ചു വെച്ച് ആളെ ഡീപ്പോർട്ട് ചെയ്തപ്പോൾ ഇവിടെ സൈവർ ഇവിടെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ എന്നോടത് ധ്യാനം കഴിഞ്ഞപ്പോൾ അന്ന് ഞാൻ രാത്രി 2 മണി വരെ ആൾക്കാരെ കാണുമായിരുന്നു. തപസ് ധ്യാനം നടക്കുന്ന കാലത്ത്. അപ്പോൾ എല്ലാവരെയും കണ്ടുപോയി. 3 മണിയായപ്പോൾ ഞാൻ വൈകുന്നേരം 6 മണിയോടെ നിൽക്കുന്ന ആൾക്കാരെ വെളുപ്പിന് 3 മണി വരെ ആയി. അപ്പോൾ എത്ര മണിക്കൂർ ഞാൻ നിന്നവിടെ. അപ്പോൾ അതിൻ്റെ കണ്ണും തലയും കറങ്ങി കാര്യം 6 മണിക്ക് ഞാൻ എത്ര കയറിയിട്ട് ഞാൻ വെളുപ്പിന് 3 മണി വരെ ഇവിടെ ഉണ്ട്. അവസാനം വരെയുള്ള ആൾക്കാരെ കണ്ട് തപസ്സിനെ കൂടി ആൾക്കാരെല്ലാം കണ്ട് പോകുമ്പോഴും ഇവൻ പോകാതെ അവിടെ നിൽക്കുകയാണ്. ഞാൻ സേവറിന് എനിക്ക് അറിയാവുന്ന കാര്യം ഞാൻ തിരിച്ചു വിളിച്ചു. നിനക്ക് എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അവരിങ്ങോട്ട് വരണമില്ല പോണുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നീ എന്താ? അപ്പോൾ ഞാൻ എവിടെ പോകാനാണ്, എന്നെ അവർ ഡീപ്പോർട്ട് ചെയ്ത് വിട്ടേക്ക്, അക്കാമ പിടിച്ചു വെച്ചിരിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ കാശുമില്ലെന്ന് പറഞ്ഞു. നാട്ടിൽ നിൽക്കാൻ പറ്റണില്ല. നാട്ടിൽ ഞാൻ ഇപ്പോൾ ചെന്ന കടക്കാർ മൊത്തം നാട്ടിൽ പോയപ്പോൾ എൻ്റെ വീട് വളഞ്ഞു കാണാം. ഇവൻ ഈ പ്രതികളെപ്പോലെയാണ്. അതായത് രാത്രി 12 മണിക്കേ വീട്ടിൽ കയറി ചേരത്തുള്ളൂ. കാര്യം അത്രയും ആൾക്കാരുടെ കടം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വെളുപ്പിന് തൊട്ട് വൈകുന്നേരം തൊട്ട് ഇവൻ്റെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കും. ഇവൻ വീട്ടിലില്ലെന്ന് വിചാരിച്ചപ്പോൾ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കും. ഇത് വെളുപ്പിൽ നിന്ന് 6 മണി തൊട്ട് ആൾക്കാർ വരാൻ തുടങ്ങി. ഇവൻ വന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ ചടുമ പിടിക്കാൻ വേണ്ടി. അപ്പോൾ വീട്ടിൽ പോകാൻ പറ്റുകയില്ല, നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കും. അപ്പോൾ ഞാനാണെങ്കിൽ തലയും പൊട്ടി, എനിക്കിപ്പോൾ ബോധം കെട്ട് വീഴുവാൻ ഇല്ലെങ്കിൽ ഫെയിൻ്റായി പോകുന്നില്ല അറിയാൻ പാടില്ല. കാര്യം എനിക്ക് 6 മണിക്ക് കുർബാന ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ അമ്പലപ്പുഴ പള്ളി ഇരിക്കണമെന്ന്. അപ്പോൾ അവിടെ പോയി കുർബാന ചെല്ലണം. അപ്പോൾ അതിനെല്ലാം ആവതില്ല, പക്ഷേ എല്ലാവർക്കും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇവിടം വരെ ഞാൻ നിന്നിട്ട് ഞാൻ നീ ഒരു പണി ചെയ്യും. അന്ന് അമ്മയുടെ രൂപം ചെറിയ രൂപമാണ്. ആ രൂപം ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ അമ്മയുടെ മുമ്പിൽ വന്നിട്ട് എൻ്റെ നേരെ നിൽക്കാൻ പറ്റാതെ കാരണം നെറ്റി കൊണ്ടുവന്ന് അമ്മയുടെ നെഞ്ചിൽ വെച്ചിട്ട് പറഞ്ഞ് നീ ഒന്നും ഇങ്ങോട്ട് തിരിച്ച് പറയരുത്, ഞാനിവനെ കയറ്റി പിടിക്കണമെന്ന് പറയും. അക്കാമ പിടിച്ച സ്ഥലത്തേക്ക്, അക്കാമ പിടിച്ചു വെച്ച സ്ഥലം, തൊഴിൽ ചെയ്യാനുള്ള പെർമിറ്റ് പിടിച്ചു വെച്ച സ്ഥലത്തേക്ക് ഇനി 19 ദിവസമുണ്ട് വിസ എക്സ്പയർ ആകാൻ. ഇവൻ ആ രാജ്യത്തിലോട്ട് ഞാൻ കയറ്റിപ്പിടുകയാണ്. അമ്മ ഒന്നും തിരിച്ച് എന്നോട് പറയരുതെന്ന് പറയും. കാര്യം തിരിച്ച് പറയുകയാണെങ്കിൽ അമ്മയ്ക്ക് ഒത്തിരിയേറെ യുക്തിപരമായ കാര്യങ്ങൾ ഇവനെക്കുറിച്ച്. ഇവൻ അവിടെ പോയി ചാരാൻ മാറ്റുന്ന പാർട്ടിയാണ്. ഇവന് ഒരു മെറിറ്റുമില്ല. അവനെ നമ്മൾ സ്പോൺസർ ചെയ്യാൻ പറ്റുമോ? സൗദി അറേബ്യ പോയി ചാരാൻ മാറ്റുന്നവനെ ആര് സ്പോൺസർ ചെയ്യാനാണ്? ഒരു മനുഷ്യനെ സ്പോൺസർ ചെയ്യത്തില്ല, ഒരു ദൈവം സ്പോൺസർ ചെയ്യത്തില്ല. പക്ഷേ എനിക്ക് അമ്മയോടൊരു ബന്ധം അന്നുമുണ്ട് ഇന്നുമുണ്ട്. അത് ഞാൻ അമ്മയുടെ നെഞ്ചത്തേൻ്റെ തല വെച്ചിട്ട് പറയും ഇവരെ ഞാൻ കയറ്റി വിടുകയാണ്, അമ്മ എന്നോട് തിരിച്ച് പറയുമെന്ന് പറയും. ഞാൻ മനുഷ്യനോട് സംസാരിക്കുമ്പോഴും അവനോട് സംസാരിക്കണം. ഞാനൊരു കാശ് ലഭിച്ച് അമ്മ നിലകൊണ്ട വെളുപ്പിനെ പൊട്ട് വെക്കാൻ പറയും. അവൻ എങ്ങനെയോടൊന്ന് കുറച്ച് പൈസ സംഘടന 19,000 രൂപ മതിയായിരുന്നത് അന്ന് പോകാൻ. അവൻ കയറിപ്പോയിട്ട് ഞാൻ അമ്പലപ്പുഴ ഇരിക്കുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ എന്നെ വിളിക്കും. എൻ്റെ അച്ഛൻ എന്നെ ഓരോ കമ്പനിയിലും ഞാൻ ഈ വെയിലത്ത് അലഞ്ഞുകൊണ്ട് നടക്കുകയാണ്, എന്നെ ഓരോരുത്തും എടുക്കണില്ല, ഇപ്പോൾ എൻ്റെ വിസ എക്സ്പയർ ആകും. അപ്പോൾ അവൻ ഈ ദിവസം എന്നെ വിളിച്ചുകൊണ്ടിരിക്കും. അവസാനം വിസ എക്സ്പയർ ആകുന്നതിന് 1 ദിവസം മുമ്പ് എന്നെ വീണ്ടും വിളിക്കും. അച്ഛൻ നാളെ വിസ എക്സ്പയർ ആകും, ഞാൻ ജയിലിലാകും, എനിക്ക് ഒരു മാർഗ്ഗം. ഞാൻ പറഞ്ഞു മോനെ വിശ്വാസപ്രമാണം ചൊല്ലി നീ സഞ്ചരിക്കുക, നീ പ്രാർത്ഥിക്കുക, ഇത് നിൻ്റെ പ്രാർത്ഥനയുടെ സമയമാണ്. അപ്പം ഞാൻ എൻ്റെ മുറിയിൽ ഒരു മാതാവിനെ വെച്ചിട്ടുണ്ട്, അത് തൈക്കാട്ടിച്ചേരി ഇരിപ്പുണ്ട്. ഇപ്പോൾ അമ്മയുടെ മടിയിൽ ഉണ്ണീശോ ഇരിക്കണതാണ്. അപ്പം ഞാൻ മാതാവിനെ കയറി ഇങ്ങനെ പിടിച്ചിട്ട് പറയും, അമ്മേ അവൻ നാളെ വിസ എക്സ്പയർ ആകും, ഇനി 18 മണിക്കൂർ ടൈമേ ഉള്ളൂ, ഇതിനുള്ളിൽ അമ്മയെ ആശ്രയിച്ച് ഒറ്റ ആളെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇവനെ കയറ്റി വിട്ടിരിക്കുന്നത്, എന്നോട് തിരിച്ചൊന്നും പറയരുത്,
എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ ഇങ്ങനെ മേശയിൽ നിന്ന് ഇങ്ങനെ കവർന്ന് പിടിച്ചിരിക്കുന്ന അമ്മയെ താഴെ കൊണ്ട് ആ സ്ഥാനത്ത് കൊണ്ട് വെച്ചിട്ട് ഞാൻ ഇരിക്കും. ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇവനെ തിരിച്ചു വിളിക്കും. തിരിച്ചു അതിൻ്റെ അച്ഛാ എന്നെ ഒരു കമ്പനീൻ്റെ എടുത്തെന്ന് പറയും. 1 മണിക്കൂറിലെടുക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട് അച്ഛാ, ഇനി എനിക്ക് 12 മണിക്കൂറേ ഉള്ളൂ. പക്ഷേ ഞാൻ നേരത്തെ എന്നെ അക്കാമ പിടിച്ചു വെച്ചിരിക്കുന്ന കമ്പനി നിന്ന് എനിക്ക് റിലീവിങ് ഓർഡർ വേണം. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഉണ്ട് അറബി ടൂറിന് പോയിരിക്കുകയാണ്. അറബി ഈ വിനോദസഞ്ചാരത്തിന് പോയിരിക്കുകയാണ്. ഇറാഖിലാണ് പോയിരിക്കുകയാണ്. അറബിയും വൈഫും കുഞ്ഞുങ്ങളും എല്ലാമായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അവൻ തിരിച്ചു വരണതിന് 2 ആഴ്ച എടുക്കും. അപ്പോൾ അതിനുള്ളിൽ എൻ്റെ വിസ എക്സ്പയർ ആകും. ഇവരെനിക്ക് റിലീവിങ് ഓർഡർ തരത്തില്ല. ഈ കമ്പനി എന്നെ എടുത്ത കമ്പനി റിജക്റ്റ് ചെയ്യും. ഒരു മനുഷ്യൻ കടന്നു പോകുന്ന വഴിയില്ലേ. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ അമ്മയോട് പറയാം, അമ്മേ അറബീനെ എത്രയും വേഗം തിരിച്ചു കൊണ്ടുവരണം. അവന് അക്കാമയും തിരിച്ചു കൊടുക്കണം, റിലീവിങ് ഓർഡർ കൊടുക്കണം, അല്ല വേറെ ഓപ്ഷൻ ഇല്ലെന്ന് പറയും. ഉടനെ ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ അറബി ഒറ്റയ്ക്ക് ചാർട്ടേഡ് പ്ലെയിനിൽ അവിടെ ലാൻഡാകുമ്പോൾ ഇവൻ വാദിക്കാൻ നിൽക്കുകയാണ്. അറബിയുടെ കാറ് പോകുമ്പോൾ ഇവൻ വാദിക്കാൻ നിൽപ്പുണ്ട്. അവനെ ഡിസ്മിസ് ചെയ്തവനാണ്. അപ്പോൾ എന്താ സാറേ സാറോട് ഡിസ്മിസ് ചെയ്ത് എന്നെ പുറത്തൊരു കമ്പനി എടുത്ത് എനിക്ക് റിലീവിങ് ഓർഡർ ദാറ്റ്സ് ഓക്കെ ക്ലിയർ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ ഓഫീസിൽ ചെന്നിട്ട് റിലീവിങ് ഓർഡർ എഴുതി കൊടുക്കും. ഇത് മാതാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൃപാസനത്തിൽ വരുമ്പോൾ നിങ്ങളൊരു വലിയ ശക്തിയുടെ കൂട്ടായ്മയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരികയാണ്. അമ്മ ഒരു കാര്യം തീരുമാനിച്ചാൽ, അമ്മ ഒരു വാതിൽ തുറന്നാൽ അതടക്കാൻ പറ്റത്തില്ല. ദൈവം അമ്മയെ ഒരു വാതിലാക്കി സൃഷ്ടിച്ചിരിക്കുകയാണ്. ആ വാതിൽ ദൈവം അമ്മയിലൂടെ തുറക്കുന്നത്, അമ്മയിലൂടെ ആ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നത് ദൈവമാണ്. ദൈവം മനുഷ്യരാശിയുടെ മുമ്പിൽ തുറന്നു വെച്ച ഒരു വാതിലാണ് പരിശുദ്ധ അമ്മയെന്ന് പറയണത്. 22 അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. അപ്പം ദൈവാനുഗ്രഹത്തിൻ്റെയും ഒരു പ്രതീകമായിട്ടാണ് ഈ വാതിൽ വെക്കണത്. വാതിൽ നമ്മൾ മാതാവിനെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽ നമ്മൾ പറയും. ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ഒരു വാതിലാണ്. അത് ദൈവമാണ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നത്. നിൻ്റെ ജീവിതം അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് തുറക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ്. അതാണ് ഉടമ്പടി സാക്ഷ്യത്തിൻ്റെ പൊരുളെന്ന് പറയുന്നത്. സിസ്റ്ററിൻ്റെ കാര്യം തന്നെ എടുക്കാം. സിസ്റ്റർ പറയണതെന്ന് വെച്ചാൽ, സിസ്റ്ററിന് മോഡൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയല്ലോ അൽഫോൻസ മറിയത്തിന്. അപ്പം 4 കൊല്ലം നോക്കി ഈ രക്തസാക്ഷി പോവുകയാണ്. അതിജീവിച്ച് രക്തസാക്ഷി ലാസ്റ്റ് ഫൈനൽ എക്സാമിലേക്ക് പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നമെന്ന് വെച്ചാൽ സിസ്റ്ററിന് അഡ്മിഷൻ ഇല്ല, അറ്റൻഡൻസ് ഇല്ല. അതാണ് ഇത്രയും ആൾ ആശുപത്രിയിലല്ലേ, 13 ടൈമും ആശുപത്രിയിലല്ലേ, മെറിറ്റില്ല. അവിടെ തന്നെ പരീക്ഷ എഴുതാനുള്ള മെറിറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സിസ്റ്റർ ചിന്തിക്കും, 10,000 രൂപ അടച്ചാൽ പരീക്ഷ എഴുതാൻ പറ്റിയില്ലെങ്കിൽ അറ്റൻഡൻസ് ഇല്ലല്ലോ. അപ്പോൾ 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ കാശ് പോകത്തില്ലേ. അപ്പോൾ പൈസ അടക്കണോ വേണ്ടയോ എന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ ഉള്ളിൽ നിന്ന് സിസ്റ്ററിന് പറയും, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന്, പിന്നെ നിനക്ക് അടച്ചാൽ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ആന്തരികമായ ഒരു ബോധ്യത്തിൽ സിസ്റ്റർ കൊണ്ട് 10,000 രൂപ അടച്ചിട്ട് അപ്പോൾ അതിൻ്റെ അടുത്ത പരീക്ഷ എന്താണ്, ഈ പരീക്ഷയുടെ എക്സാമിൻ്റെ ഒരു 10-30% അറ്റൻഡൻസ് ടീച്ചറിനുള്ളത്, സിസ്റ്ററിനുള്ളത്. പക്ഷേ ഈ പരീക്ഷ സിസ്റ്ററിന് ഈ അറ്റൻഡൻസ് നോക്കി 50% അറ്റൻഡൻസ്, 80% അറ്റൻഡൻസ് വേണം. ഇവർക്ക് 50% അറ്റൻഡൻസ് ഇല്ല. ഇത് എങ്ങനെ ഉണ്ടാക്കും? ഇല്ല, അവിടെ പോയിട്ടില്ലല്ലോ. നമ്മൾ എക്സ്പോഷർ പോയിട്ടില്ല, പ്രാക്ടിക്കലിന് പോയിട്ടില്ല, തിയറിക്ക് പോയിട്ടില്ല, ഒന്നിനും പോയിട്ടില്ല. ആ സമയത്തെല്ലാം വെന്റിലേറ്ററിൽ കിടക്കുന്ന ആൾ, അല്ലെങ്കിൽ ICUവിൽ കിടക്കുകയാണ്, അല്ലെങ്കിൽ ആശുപത്രി കിടക്കുകയാണ്, കെട്ടപ്പാണ് മൊത്തം. പിന്നെ എങ്ങനെയാണ് നമുക്ക് മെറിറ്റ് ഉണ്ടാകണത്? പക്ഷേ ഒരു സുപ്രഭാതത്തിൽ യൂണിവേഴ്സിറ്റിയുടെ കമ്പ്യൂട്ടറിൽ അടിച്ചു വരും സിസ്റ്ററിന് 80% അറ്റൻഡൻസ് ഒന്ന്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അവർ സിസ്റ്റർ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്, കർത്താവ് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് കയറി ഇരുന്ന് എൻ്റെ അറ്റൻഡൻസ് 30% ഉള്ളത് 80% ആക്കിയെന്ന്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. എൻ്റെ മക്കളെ, അതായത് ഇതാണ് ഒരു ഉടമ്പടിയുടെ ഒരു പോക്കെന്ന് പറയണത്. ദൈവത്തിന് പ്രധാനപ്പെട്ടത് നീയാണ്.
നീയാണ് പ്രധാനപ്പെട്ടത്. നിനക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് പറയലേ. നിനക്ക് വേണ്ടി ജനതകൾ നൽകും, രാജ്യത്തിന് നിയമങ്ങൾ തിരുത്തും, എന്തും നിനക്ക് വേണ്ടി ചെയ്ത്, നിനക്ക് വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സങ്കീർത്തനം 2:8 എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും, ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. നിനക്ക് വേണ്ടി ജനതകളെ ഞാൻ നൽകും. അതായത് ജനതകളെക്കാൾ കൂടുതൽ ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു ജനസമൂഹത്തെ അത് കണ്ടില്ലെന്ന് വെക്കാൻ വേണ്ടി മാത്രം വ്യക്തിയെ ആത്മബന്ധത്തോട് സ്നേഹിക്കുന്ന 10 തരം പേരാണ് ഉടമ്പടി. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി സിസ്റ്റർ ഉടമ്പടി ചെയ്തിട്ട് സിസ്റ്റർ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യണ രീതികൾ നിങ്ങൾ നോക്കണം. ഇപ്പോൾ മോഡൽ എക്സാമിനൊക്കെ പോയി പാസ്സായെന്ന് പറഞ്ഞില്ലേ, ആള് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, നോട്ട് ബൈ മെറിറ്റിൽ അത് വർക്ക് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അവരുടെ കഴിവിനേക്കാൾ ഉപരി മാർക്ക്, അവരുടെ ബാച്ച് കൂടുതൽ മാർക്ക് അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞില്ലേ. എന്താ കിട്ടിയത്? അവർ പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ഞാൻ ഉടമ്പടി ഉപ്പ് വിതറിയിട്ട് വിശ്വാസപ്രമാണം ചെല്ലുമെന്ന്. അതാണ് സംഭവം. ഇനി മെഡിക്കൽ സ്റ്റുഡൻ്റാണ് ഇവർ. അവരെന്താ ചെയ്യണത്? അവർ ഓരോ ഉടമ്പടി, അവർ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ആൻസർ പേപ്പറിലും ഉടമ്പടി ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി വിതറിയിട്ടാണ് അവരത് എഴുതാൻ തുടങ്ങണത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഉടമ്പടി ഉപ്പ് എന്തിനാണ് വിതറണത്? ഞാനിവിടെ ആൾക്കാരോട് പറയും, സ്ഥലം കച്ചവടം വിൽക്കണില്ല, ജപ്തിയാണ്, വിൽക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞ സ്ഥലം ഞാൻ പറയും, നിങ്ങളെ വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പ് വിതരണം, വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പ് വിതരണം. അപ്പം ചില ആൾക്കാർക്ക് ഉടമ്പടി പ്രകാരം വിതറാൻ അറിയാം. ചില മന്ദബുദ്ധികൾ അവർ ഉടമ്പടി എടുത്ത് കാണത്തില്ല. അച്ഛനെ കാണുന്ന സീറ്റ് ഭാര്യയെടുക്കെന്ന് എടുത്തിരിക്കണുണ്ടാവും. ഭാര്യനെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കും, ഭാര്യനെ കൊണ്ട് ഉടമ്പടി എല്ലാം ചെയ്യിക്കും. കാര്യങ്ങളെല്ലാം ഉറുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കണ പോലെ ഭാര്യനെ കൊണ്ട് ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം ചെയ്യിക്കും. ഇത് എന്നെ കാണാൻ വരുമ്പോൾ ഈ കണ്ടാമൃഗം വരും, ഭർത്താവ് എന്ന് പറഞ്ഞ സംഭവം വരും. അവൻ ഉടമ്പടിയായിട്ട് ഒരു ബന്ധം അവനില്ല. ഞാൻ അവനോട് പറയും, നിങ്ങൾ വിൽക്കാനുള്ള സ്ഥലത്ത് ഉടമ്പടി ഉപ്പ് വിതരണം, വിൽക്കാത്ത സ്ഥലത്ത് ഉടമ്പടി വിൽക്കുക, വിശ്വാസപ്രമാണം ചെല്ലണം. എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. എനിക്കറിയാം ഇവന് ഉടമ്പടിയോട് ഒരു ബന്ധവുമില്ല. ആ പാവപ്പെട്ട സ്ത്രീയുടെ ഭർത്താവാണെന്ന് മാത്രമുള്ള ബന്ധമേ ഉള്ളൂ ഇവന്. ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, പരീക്ഷക്കാർ വരുമ്പോഴേ ഇപ്പം +1 ഒക്കെ വരുന്നോണ്ടല്ല, വിശ്വാസികൾ ഒന്നും ഉടമ്പടി എടുത്തിട്ടില്ല, അവർക്ക് എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഒരു ഉത്തരവാദിത്തമുണ്ട്. അവർക്ക് വേണ്ടി എടുക്കുന്ന അമ്മമാർ, അവർക്കൊണ്ട് ആ ഉടമ്പടി എന്താണെന്ന് പറയിപ്പിക്കണം, എന്താണ് ചെയ്യിക്കണം അവരെ കൊണ്ട്. അല്ലെങ്കിൽ അമ്മമാരിങ്ങനെ ഉടമ്പടി എടുത്തിട്ട് മക്കളെ മുന്തി തള്ളി നീലച്ചിട്ട് ആയിട്ട് കയറ്റി അത് ആൾക്കാരെ നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് വന്നിവിടെ നിൽക്കണ കാണാം. നമ്മുടെ ഈ പോസ്റ്റിൽ ബോർഡടിക്കാതിരിക്കാൻ വേണ്ടി നിൽക്കണ പോലെ കുറേ അമ്മമാർ ബാക്കായിട്ട് വന്ന് നിൽക്കും. നിൽക്കണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ഉടമ്പടിയിലാണ് ഈ മക്കൾ വന്ന് ആൾക്കാരെ നിൽക്കണത്. നിങ്ങളുടെ ഉടമ്പടി പ്രകാരമാണ് ഞാൻ അവരെ ആസ്വദിക്കണത്. പക്ഷേ നിങ്ങളെന്ത് ചെയ്യണം? അവരോട് പറയണം, ഉടമ്പടി എടുത്തിക്കുമ്പോൾ ഇന്ന കാര്യങ്ങളുണ്ട്, ഈ പത്രം നിങ്ങൾ തന്നെ കൊണ്ട് കൊടുക്കണം, ആശുപത്രിയിൽ നിങ്ങൾ തന്നെ പോകണം. അല്ല തലയും കൊണ്ട് മാത്രം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തബ്രാൻ ചിലപ്പോൾ നിന്റെ തലയും തൊട്ട് കൊണ്ടുപോയെന്ന് വരും. അപ്പം ദൈവത്തിനെ ചൂഷണം ചെയ്യാൻ അനുവദിക്കരുത്. നടക്കത്തില്ല കാര്യങ്ങൾ. അത് വെക്കാൻ തേക്കണ പാണ്ടാകും. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ആൾക്കാരെ വരുമ്പോൾ വൃത്തിമയമായിട്ട് എല്ലാവരും ഉടമ്പടി എടുത്തവരായിരിക്കണം. ഇനി പിള്ളേരുടെ കാര്യം ഞങ്ങൾ തീരുമാനം എടുക്കാത്തത്, പിള്ളേർക്ക് വെളിവില്ലാത്തതുകൊണ്ട് അവർ ഉടമ്പടി ഗൗരവതരമായിട്ട് ആ ആന്തരികമായ ചൈതന്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് 18 വയസ്സ് വരെ ഉടമ്പടി എടുപ്പിക്കാത്തത്. പക്ഷേ അവരെ പ്രാർത്ഥിക്കണത് അവരുടെ അമ്മമാരുടെ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ അമ്മമാരെന്ത് ചെയ്യണം? അവരെ കൊണ്ട് ഉടമ്പടി വിധി പ്രകാരമുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യിക്കണം. സിസ്റ്റർ അമ്മയാണ് ഉടമ്പടി എടുത്തെങ്കിലും സിസ്റ്റർ അത് പാലിക്കുന്നുണ്ട് കൃത്യമായിട്ട്. അവർ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ പേപ്പറും വരെ എടുക്കുന്നത്. നമ്മളെന്താ ഉപ്പിടേണ്ട ഉദ്ദേശം എന്താ? എന്തിനാണ് ഉടമ്പടി ഉപ്പിടുന്നത്? ചില ചേട്ടന്മാർ ഞാൻ പറയും, നിങ്ങൾ തോട്ടത്തിൽ കൊണ്ടുപോയി, വിൽക്കാത്ത തോട്ടത്തിൽ കൊണ്ടുപോയി ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചെല്ലാൻ പറയും. അവർ കൊണ്ട് ഉപ്പിടും. എങ്ങനെ? ഈ ഉറുമ്പ് പൊടി ഇടാൻ വേണ്ടി DDT ഇടത്തില്ലേ? ഉറുമ്പ് പോകാൻ വേണ്ടി DDT ഇടുന്ന പോലെയാണ് ചില ചേട്ടന്മാർ ഈ വിൽക്കാത്ത സ്ഥലത്ത് കൊണ്ട് ഉപ്പിടുന്നത്. അങ്ങനെയുള്ള പരിപാടിയല്ല ഇത്.
ഇതിൻ്റെ അകത്ത് പറഞ്ഞ കർത്താവും നമ്മളും തമ്മിൽ ശാശ്വതമായ ഉടമ്പടി ആയതുകൊണ്ട് നമ്മൾക്ക് ഈ ഭൂമിയിൽ ഓഹരി ഇല്ലാതെ വരും. നമുക്ക് ഈ ഭൂമിയിൽ ഓഹരി ഇല്ലാതെ വരും. നമ്മുടെ കഴിവ്, ബുദ്ധി, ആരോഗ്യം, ഇപ്പോൾ ഒരു സ്ഥലത്തിന് വഴിയില്ല, ആ സ്ഥലം ആരെടുക്കാനാണ്? ഭൂമിയിൽ നമുക്ക് ഓഹരിയില്ല, നമുക്ക് മെരിറ്റില്ല. ബൈബിൾ പറയണത് മെരിറ്റിന് ഭൂമിയിലെ ഓഹരി എന്നാണ് പറയണത്. അതുകൊണ്ട് അഹറോനോട് പറയും, അഹറോൻ, ഞാനും നീയുമായിട്ട് ഒരു ലവണ ഉടമ്പടിയാണ് ചെയ്തിരിക്കുന്നത്. സാൾട്ട് ഓഫ് ദി കവനൻ്റ് ഓഫ് ദി സാൾട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇസ്രയേലിൽ നിനക്ക് ഓഹരിയില്ല, ഞാനാണ് നിൻ്റെ ഓഹരി. അതാണ് നമ്മുടെ മെരിറ്റ് നഷ്ടപ്പെടുമ്പോൾ ദൈവമാണ് നമ്മുടെ മെരിറ്റ് എന്ന് നമ്മൾ ഉച്ചത്തിൽ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒപ്പിടുന്നത്. അതെടുത്തെ സംഖ്യ 18-19 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും. ബൈബിളിൻ്റെ ഒരു പ്രശ്നം കണ്ടില്ലേ? ഈ ബൈബിളൊക്കെ പഠിച്ച് വലിയ പുങ്കന്മാരുടെ വന്നിരിക്കണവന്മാർ മനുഷ്യൻ മനസ്സിലാകാത്ത ഭാഷ ഉപയോഗിക്കണില്ലേ? എനിക്ക് ഇംഗ്ലീഷ് ബൈബിൾ ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം ആ സംഭവം. അതായത് all the holy offerings that the Israelites present to the Lord, I have given you together with your sons and your daughters as a perpetual due. It is a covenant of salt. ആ ലവണ ഉടമ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉടമ്പടിയിലെ ഉപ്പ് തളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് ഈ ഭൂമിയിൽ ഓഹരിയില്ല, ശാശ്വതമായ എൻ്റെ ഓഹരി എൻ്റെ കർത്താവാണെന്ന്. ഉപ്പ് എൻ്റെ ദൈവവേദന, നീ ഉപ്പ് എവിടെ തളിച്ചാലും ഓർക്കുക, കർത്താവേ എനിക്ക് മെരിട്ടില്ല. അതല്ല പറയണത്. എന്ത് രസമാണ് ആ വചനങ്ങൾ. 19-20 വായിച്ചേ. കർത്താവ് അഹ്റോനോട് അരുളി ചെയ്തു, ഇസ്രായേലിൽ നിനക്ക് ഭൂമി അവകാശമായി ലഭിക്കുകയില്ല. ഇസ്രായേലിൽ നിനക്ക് മെരിട്ടില്ലെന്ന്. ഈ ഭൂമിയിൽ നിനക്ക് അവകാശങ്ങളില്ല, നിന്റെ അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരെ പോലെ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. അവരെ അവകാശം എന്ന് പറഞ്ഞ ഉടമ്പടി ഭാഷ മെരിറ്റാണ്. ഇസ്രായേലിൽ നിനക്ക് ഈ ജീവിതം നിനക്ക് യോഗ്യതയില്ല. അവരെ പോലെ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. നിനക്ക് ഓഹരിയുമില്ല. ഞാനാണ് നിന്റെ അവകാശം, ഞാനാണ് നിന്റെ മെരിട്ടെന്ന്, ഞാനാണ് നിന്റെ അവകാശം. അപ്പോഴേ ഒരു സ്ഥലത്ത് കൊണ്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ ദൈവമേ, ഭൗതികമായി ഈ പരീക്ഷ എഴുതാനുള്ള യോഗ്യത പോലും എനിക്കില്ല, നീയാണ് എൻ്റെ വിജയം, കർത്താവാണ് എൻ്റെ വിജയം. കർത്താവിൻ്റെ നാമത്തെ വിജയമായിട്ട് ആഘോഷിച്ചുകൊണ്ട് ഈ ഭൂമിയിലുള്ള എല്ലാവിധ കഴിവുകേടുകളെയും നമ്മുടെ അവകാശത്തെ അടിയറവ് വെച്ചുകൊണ്ട് ശാശ്വതമായ എൻ്റെ അവകാശം കർത്താവാണെന്ന് പ്രഖ്യാപിക്കുന്ന ഉടമ്പടിയാണ് ലവണ ഉടമ്പടി എന്ന് പറയുന്നത്. അതാണ് ഉടമ്പടി ഏറ്റവും പ്രധാനപ്പെട്ടത്. 2 കാര്യം: ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും. ഉടമ്പടി നമ്മൾ ദൈവമായിട്ട് ചെയ്ത ആണെന്ന് അറിയാൻ വേണ്ടി ജ്ഞാപകമായിട്ട് നൽകുന്ന ഉടമ്പടി കാശുരൂപം. ഇതൊക്കെ വർക്കൗട്ട് ചെയ്യേണ്ടത് വിശ്വാസ പ്രമാണം ചെല്ലുമ്പോഴാണ്. അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കുന്ന വ്യക്തിയും ദൈവമായിട്ടുള്ള ബന്ധം നിൻ്റെ അതുകൊണ്ട് ഞാൻ ഉടമ്പടി കാശും കൈ മാറരുത്. ഉടമ്പടി ചെയ്യുമ്പോൾ ഉടമ്പടി ചെയ്യുന്ന വ്യക്തിയിൽ മാത്രമേ അത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. ആ വ്യക്തിയാണ് അത് വർക്കൗട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ അടിസ്ഥാന ഘടകം വിശ്വാസ പ്രമാണവും നിൻ്റെ ജീവിതവുമാണ്. വിശ്വാസ പ്രമാണവും അതനുസരിച്ചുള്ള ജീവിതവുമാണ് ഉടമ്പടിയുടെ ഒരു മെരിട്ടെന്ന് പറയണത്. ഉടമ്പടിയുടെ മെരിട്ടെന്ന് പറയണത് വിശ്വാസ പ്രമാണവും അതനുസരിച്ചുള്ള നിൻ്റെ വിശുദ്ധ ജീവിതവും. അപ്പോൾ നീ ദൈവവുമായിട്ട് സംസാരിക്കാനും ഉടമ്പടി ചെയ്യാനും യോഗ്യമായി. ഞാൻ എന്തുകൊണ്ടാണ് അമ്മയെ തിരിച്ചൊന്നും പറയുന്നത്? എന്തുകൊണ്ടാണ് ആദ്യകാരോട് അമ്മയോട് പറയണത്? തിരിച്ചു പറഞ്ഞാൽ ഈ ചാരാൻ പറ്റുകാരന് 100,000 കുറ്റങ്ങൾ പറയാനുണ്ടാകും. ഇപ്പം അതല്ല ആവശ്യം. ഇപ്പം അവൻ നിലനിൽക്കുക, അവൻ്റെ കുഞ്ഞുങ്ങളെ ഭക്ഷണം കഴിച്ച് പോവുകയെന്നുള്ളതാണ് ആവശ്യം. അതുകൊണ്ട് അവൻ്റെ നിലനിൽപ്പിന് വേണ്ടി അമ്മ വിഷയത്തിൽ ഇടപെടണം. അമ്മ കൃത്യമായിട്ട് ഇടപെടും. നിൻ്റെ യോഗ്യതയിലല്ല ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത്. പക്ഷെ അതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ യോഗ്യതയില്ലാത്തവനായിട്ട് ജീവിച്ചുകൊണ്ട് ദൈവത്തെ വഞ്ചിക്കാമെന്ന് ധരിക്കുകയും വേണ്ട. സിസ്റ്റർ മനോഹരമായിട്ടാണ് പരീക്ഷ എഴുതിയിരിക്കുന്നത്. ഞാൻ അത്ഭുതപ്പെടും. അതൊരു ജീവിക്കുന്ന സാക്ഷ്യമായിട്ട് മാറും. കാര്യം അവർ ആ 3 കൊല്ലം കടന്നു പോകുന്ന വഴികളിലൂടെ അവിടെ എല്ലാ കാലാവസ്ഥകളിലൂടെ അതിജീവിച്ചുകൊണ്ട് വിശ്വാസം നിന്നുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൂടെയുള്ള സഞ്ചാരമാണ്. വേറെ ആരും അവരുടെ കൂടെ ഇല്ലായിരുന്നു, ദൈവം മാത്രം. ഉടമ്പടി ചില സമയത്ത് ദൈവം മാത്രമാകും നിൻ്റെ കൂടെ വരാൻ. അപ്പോഴാണ് ഉടമ്പടി റൈപ്പാകുന്നത്. എഴുന്നേൽക്കുക, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് സംസാരിച്ച ഉടമ്പടിയുടെ ബലങ്ങൾ, അതിനാശ്രയിക്കാൻ വേണ്ടിയുള്ള ആധ്യാത്മികമായ ആസ്തിബദ്ധതകൾ കർത്താവ് നമുക്ക് നൽകിക്കൊണ്ട് നമ്മളിപ്പോഴും രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ഇവിടെ പ്രാർത്ഥിക്കുന്നവരും ഇപ്പോഴും ശിരസിൽ കൈവച്ചുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിച്ച് തീരുന്നത് വരെ ആവർത്തിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. വിശ്വാസ പ്രമാണം അറിയാൻ പാടില്ലാത്തവരെ യേശുവെ സ്വസ്ത്രം, യേശുവെ സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. അടിപ്പിട പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി നമ്മളിലേക്ക് ആവശ്യിച്ചുകൊണ്ട് ഉച്ച മുതൽ ഉള്ളംകാല് വരെ രോഗങ്ങളെ കർത്താവ് സൗഖ്യപ്പെടുന്ന സമയമാണ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. വിശ്വാസ പ്രവചനം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ഹല്ലേലൂയ. ഈശോ ആരാധന. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ ഈ അൾത്താരയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ കർത്താവിന് തിരുമുൻപാടുന്ന വലതുകരം ഈ മകളുടെ ശിരസ് വെക്കണേ പ്രാർത്ഥിക്കുന്ന, ഈ മകൻ്റെ ശിരസ് വെക്കണേ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും എല്ലാ പേശികളിലും എല്ലാ ഞരമ്പുകളിലും തന്തുക്കളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. സിസ്റ്റുകൾ, മുഴ, അതുപോലെ തന്നെ ത്വക്ക് രോഗങ്ങൾ കർത്താവ്, സർപ്പരോഗങ്ങൾ, അതുപോലെ തന്നെ വാതരോഗങ്ങൾ കർത്താവ്, ത്വക്ക് രോഗങ്ങൾ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചിൻ്റെ അടയാളം ദൈവത്തിൻ്റെ ശക്തിയാൽ ഈശോയുടെ നാമത്തെ മാറിപ്പോകട്ടെ. കർത്താവെ സ്പർശിക്കണമേ. കർത്താവെ സ്പർശിക്കുക. മുടി കൊഴിയുന്ന അസുഖങ്ങൾ, കണ്ണ് കാഴ്ചയില്ലാത്ത അസുഖങ്ങൾ, ചെവിടെ കേഴുക്കളുള്ള അസുഖങ്ങൾ, തൊണ്ടയ്ക്ക് അസുഖമുള്ള ടോൺസിൻ്റെ അസുഖങ്ങൾ, സ്പോണ്ടിലോസിൻ്റെ അസുഖങ്ങൾ, തൈറോയിഡിൻ്റെ അസുഖങ്ങൾ കർത്താവെ സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്ന ഈശോയെ ശ്വാസകോശങ്ങളുടെ അസുഖങ്ങളെ സ്പർശിക്കണം കർത്താവെ. ഈശോയെ വാതരോഗികളെ സ്പർശിക്കണം കർത്താവ്. ഈശോയെ കർത്താവെ ഹൃദയത്തിലുള്ള അസുഖങ്ങൾ, ഹൃദയ ഞാടുകളുടെ അസുഖങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ഹൃദയവും ശ്വാസകോശങ്ങളും പതിരയും കർത്താവിൻ്റെ നാമത്തെ കഴുകപ്പെടട്ടെ. യേശുവിൻ്റെ ഉന്നതമായ നാമത്തെ നടുവ് രോഗങ്ങൾ, അസ്ഥി രോഗങ്ങൾ, അസ്ഥിസന്ധികൾ, സന്ധിബന്ധങ്ങൾ, മാംസപേശികൾ, മരയിപ്പുകൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഗർഭാശയ രോഗങ്ങൾ, മുത്രാശയ രോഗങ്ങൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ആരാധനയിലൂടെ അങ്ങയുടെ നാമം വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ. എന്നിൽ നിറയണമേ. സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, വീട്ടിലേക്ക് വഴിയില്ലാത്തവരെ, വിദേശ രാജ്യങ്ങളിലെ ജോലി നഷ്ടപ്പെട്ടവരെ, ജയിലിലായവരെ, വിസ എക്സ്പയർ ആകാൻ പോകുന്നവരെ,
നിയമപരമായ കാരണങ്ങളാൽ വിദേശങ്ങൾ ഒളിച്ച് താമസിക്കുന്നവർ, ജീവിത പങ്കാളി മക്കളെയും കൊണ്ടുപോകാൻ പറ്റാതെ വിഷമിക്കുന്നവർ, നാട്ടിൽ ഓരോരോ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, പരീക്ഷയ്ക്ക് തോറ്റിട്ട് വീണ്ടും അറ്റൻഡ് ചെയ്യുന്നവർ, റീവാലുവേഷൻ കൊടുത്തിട്ടുള്ളവർ, തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നവർ, തുടങ്ങേണ്ട പേരിൽ കടമായി പോയവർ, സാമ്പത്തിക ബാധ്യതകൾ വന്നു പോയവർ, ജപ്തി നടപടി നേരിടാൻ പോകുന്നവർ, വസ്തു ലേലത്തിലായവർ, വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വന്നവർ, ഇങ്ങനെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളില്ലാത്തവർ, വിവാഹജീവിതക്കാർ, വിവാഹജീവിതം തകർന്നവർ, ഒന്നിച്ച് താമസിക്കാൻ വീണ്ടും ആഗ്രഹിക്കുന്നവർ, എല്ലാവർക്കും വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധമായ തിരുമുറിവാർന്ന വലതുകരം മക്കളുടെ ശിരസ് വെക്കണ പ്രാർത്ഥിക്കുന്ന കർത്താവെ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ 38 വർഷം അർപ്പിച്ച കൃപായുടെ യുഗതയ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ പിതാവിൻ്റെയും പുത്രനും പരിശുദ്ധ നാമത്തിൽ നിൻ്റെ ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട ഹല്ലേലൂയ. അങ്ങയുടെ ആരാധനയെ മഹത്വപ്പെടുത്തണമേ. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മുട്ടനിക്കുക. ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും
യേശുവേ